ഒരു വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന്റെ 47-ാമത്തെ വാക്യം, ഒടുവിലത്തെ ഭാഗം. ഇപ്പോ മൈക്കിൽ കൂടെ ദേവദാസൻ നമ്മെ വായിച്ച് കേൾപ്പിക്കും. പ്രവൃത്തി 2:47 അതിന്റെ ഒടുവിലത്തെ ഭാഗം മാത്രം. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. മതി. വളരെ പരിചിതമായൊരു വേദഭാഗമാണ്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. എല്ലാവർക്കും പരിചിതമായ വേദഭാഗമാണ്. ഒരു ചെറിയ കുഞ്ഞു വാക്യമാണ് നമ്മൾ വായിച്ചത്. എന്നാൽ ഈ ചെറിയ വാക്യത്തിന്റെ അകത്ത് പ്രധാനപ്പെട്ട 4 പ്രസംഗങ്ങൾ ഒളിച്ചിരിക്കുന്ന ഒരു വാക്യമാണ്. 4 പ്രസംഗങ്ങൾ, 1.5 മണിക്കൂർ സംസാരിക്കാൻ കഴിയുന്ന 4 പ്രസംഗങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ്. എന്നാൽ അതില് 3 കാര്യങ്ങൾ പോയിന്റായി പറഞ്ഞിട്ട് ഒരു ചിന്തയിൽ നിന്നുകൊണ്ട് അല്പം വിശദീകരിക്കുവാനാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഇവിടെ വായിച്ചത് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ ചിന്ത, സഭയിൽ ദിവസേന ആത്മാക്കൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അത് കേട്ടിട്ട് വലിയ സന്തോഷമൊന്നും നമുക്ക്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഓരോ സെക്കൻഡുകളിലും ആളുകൾ രക്ഷിക്കപ്പെട്ട സഭയോട് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കും ഇപ്പോ നമ്മുടെ നാട്ടിൻ പുറത്ത് മാസത്തിലൊരു സ്നാനമൊക്കെ അല്ലെ, വർഷത്തിൽ. അങ്ങനല്ല. ഓരോ ഭാഗങ്ങളിലായി സഭ എന്ന് പറയുന്നത് ലോകവ്യാപകമായി രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടമാണ്. ആ നിലയിൽ എല്ലാ ഭാഗത്തും സഭയോട് ആത്മാക്കൾ ചേർന്നുകൊണ്ടിരിക്കുക. അത് ഒരു പ്രസംഗ വിഷയമാണ്. രണ്ടാമത്തെ ചിന്ത, സഭയിൽ ആരാണ് ആത്മാക്കളെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അവിടെ വായിച്ചു. ആരാണ്? പറഞ്ഞേ, ദൈവമക്കൾ പറഞ്ഞേ. കർത്താവാണ് സഭയിൽ ആത്മാക്കളെ കൊണ്ടുവരുന്നത്. കർത്താവിലാസം പറഞ്ഞ പോലെ ഇച്ചിരി വലിയ ആൾക്കൂട്ടമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഞാൻ പോസ്റ്റിനോടും മരത്തോടും പ്രസംഗിക്കുന്ന ആളാ പരസ്യയോഗത്തില്. അവിടെ കവലയിൽ വലിയ ആൾക്കൂട്ടം. ഇന്നാളൊരു പാസ്റ്റർ എന്നെ വിളിച്ചപ്പോൾ ചോദിച്ചു, പാസ്റ്ററെ ഞങ്ങൾ കുറച്ചു പേരെ ഉള്ളു, വരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സ്വർഗത്തിൽ സകല മഹത്വത്തോടു കൂടെ ഇരിക്കുന്ന കർത്താവിന് ഇറങ്ങി വരാൻ എത്ര പേര് വേണമെന്ന് പറഞ്ഞു? ഓർക്കം പറഞ്ഞു. 2 പേരുണ്ടെങ്കിൽ കർത്താവിന് വരാമെങ്കിൽ പിന്നെ കർത്താവിനേക്കാൾ വലിയ പുള്ളികളാണോ നമ്മളൊക്കെ? 2 പേരുണ്ടെങ്കിൽ കർത്താവ് വരൂ. അപ്പൊ പുള്ളി പറഞ്ഞു, അല്ല ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഒരു പ്രാവശ്യം ഒരു ആളെ വിളിച്ചു. പുള്ളി റോഡിൽ വന്ന് കാറിന്റെ ഗ്ലാസ് താഴ്ത്തി നോക്കിയിട്ട് തിരിച്ചങ്ങ് പോയിരുന്നത്. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, നമ്മുടെ ആൾക്കൂട്ടമല്ല ദൈവം നോക്കുന്നത്. കുറെ ആള് കൂടുന്നതാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി മൊത്തം ആൾക്കൂട്ടമായിരുന്നു അന്നത്തെ ദിവസം. അല്ലൊന്നും കഥയില്ല. അപ്പൊ അതുകൊണ്ട് ഉള്ളവര് ദൈവ സാന്നിധ്യം മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത്. ഞാൻ പറഞ്ഞത്, ആരാണ് സഭയിൽ ആത്മാക്കളെ കൊണ്ടുവരുന്നത് എന്നുള്ളതിന്റെ ഉത്തരം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആരാണ്? കർത്താവാണ് സഭയിൽ ആത്മാക്കളെ കൊണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ശബ്ദം കേൾക്കുന്ന നാട്ടിലെ സ്നേഹിതന്മാരോട് പറയാം, ഈ സഭയിൽ ആത്മാക്കളെ കൊണ്ടുവരുന്നത് കർത്താവാണ്. അതുകൊണ്ട് നിങ്ങൾ ഉപദേശിമാരെ തല്ലിയിട്ട് കാര്യമില്ല. ഉപദേശിമാരെ തല്ലിയാൽ ഈ പരിപാടി നിൽക്കൂല. ഉപദേശത്തല്ലേ ഉപദേശി ആശുപത്രിയിലാവും, അടുത്ത ഉപദേശി വരും. ഇപ്പം മുട്ട വിരിഞ്ഞിറങ്ങുന്ന പോലെ ബൈബിൾ കോളേജിൽ നിന്ന് പിള്ളേർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പരിപാടി ഒന്ന് നിർത്തണമെന്ന് ചിന്തയുണ്ടെങ്കിൽ ഈ കൊണ്ടുവരുന്ന ആൾക്കിട്ട് 2 കൊടുക്കാൻ ശ്രമിക്കുക. ആർക്കിട്ടാ? അങ്ങനെ പൗലോസൊക്കെ ഒരു കാലത്ത് അങ്ങനെയല്ലേ നടന്നത്. ഇപ്പൊ കെട്ടും, ഇപ്പൊ പിടിക്കും, ഇപ്പൊ പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് നടന്നത്. അവസാനം കുതിരപ്പുറത്തുനിന്ന് അടിച്ച് താഴെ ഇട്ട് കണ്ണിന്റെ ഫീസ് അടിച്ചു പോയപ്പോൾ പുള്ളി കർത്താവിനെ കണ്ടു. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ആരാണ് സഭയിൽ ആത്മാക്കളെ കൊണ്ടുവരുന്നത്? കർത്താവ്. അതൊരു പ്രസംഗ വിഷയമാണ്, അതിന് കയറുന്നില്ല. മൂന്നാമത്തെ ചിന്ത, കർത്താവ് ആരെയാണ് സഭയോട് ചേർക്കുന്നത്? മൂന്നാമത്തെ ചിന്ത, രക്ഷിക്കപ്പെടുന്നവരെയാണ്. അതെന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇന്ന് സഭകളിൽ 2 തരം ആളുകളുണ്ട്. ഒന്ന്, രക്ഷിക്കപ്പെട്ടവരുണ്ട്. 2,
രക്ഷപ്പെടാൻ വരുന്നവരുണ്ട്. എന്ന് പറഞ്ഞ ആരൊക്കെ? രക്ഷിക്കപ്പെട്ടവരുടെ ലക്ഷണമാണ് അവരാത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുക എന്നുള്ളത്. രക്ഷപ്പെടാൻ വരുന്നവരുടെ ഉദ്ദേശം സഭയ്ക്കകത്ത് അടി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് കൂട്ടര് പള്ളിയിലുണ്ടെങ്കിൽ നമ്മൾ ഓർത്തോണം, ഒരുത്തൻ രക്ഷിക്കപ്പെട്ടതല്ല, രക്ഷപ്പെടാൻ വന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്തിനാ ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ ചെയ്ത് കൺവെൻഷനിൽ നമ്മൾ എന്തിനാ ഇത് പറയുമെന്ന് ചോദിച്ചാൽ, പൊതുവെ പൊതുജനം നോക്കുമ്പോൾ ഇതെല്ലാം സഭയാണെന്ന് വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഒത്തിരി ആധിപത്യമുള്ള ഒരു കാലമാണ്. അപ്പൊ അവർ പറയും, എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലുമൊക്കെ കണ്ടിട്ട് പറയും, ഓ ഇവരൊക്കെ ഇങ്ങനെയാണോ എന്ന് ചിന്തിക്കും. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ പൊതുജനത്തോട് പറയുന്നത്. ഇതിന്റെ അകത്ത് രണ്ട് കൂട്ടരുണ്ട്, രക്ഷിക്കപ്പെട്ടവരും രക്ഷപ്പെടാൻ വന്നവരും. രക്ഷപ്പെടാൻ വന്നവരെന്ന് പറഞ്ഞാൽ പെന്തിക്കോസിൽ പോയാൽ രക്ഷപ്പെടാം. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സുമതി പെന്തിക്കോസിൽ പോയി രക്ഷിക്കപ്പെട്ടല്ലോ, രക്ഷപ്പെട്ടല്ലോ. അവളിപ്പോ വീട് വെച്ചു, കാർ മേടിച്ചു, കൊച്ചിനെ കെട്ടിച്ചു, മോൻ ഗൾഫിൽ, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ കേട്ടിട്ടില്ലേ? നീയും പെന്തിക്കോസിലൊന്ന് പോയി നോക്കടി, നീയും ചിലപ്പോൾ രക്ഷപ്പെടും, അങ്ങനെയൊക്കെ പറയുന്നവരെ കേട്ടിട്ടില്ലേ? അപ്പൊ ഈ പെന്തിക്കോസിൽ പോയ രക്ഷപ്പെടാമെന്ന് പറയുന്ന ആളുകൾ ഉണ്ട്. അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണ മാറ്റിയിട്ട് ഞാൻ ഈ ദേശക്കാരോട് സ്നേഹത്തോടെ പറയാം, രക്ഷപ്പെടാൻ വേണ്ടി ആരും ഇതിൻ്റെ അകത്തോട്ട് വരരുത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങളോട് പറയുകയാണ്, പാരമ്പര്യ മുസ്ലിം കുടുംബത്തിൽ ബാപ്പയ്ക്കും ഉമ്മയ്ക്കും 3 മക്കളിൽ ഒരാളായി ജനിച്ചു വളർത്തപ്പെട്ട ആളാണ് ഞാൻ. ഞങ്ങൾ ഉമ്മ ബാപ്പ എന്നൊക്കെ വിളിക്കുന്ന. ബാപ്പ അബ്ദുൽ സലാം, ഉമ്മ ജമീല ബീവി എന്നാണ്. അല്ല, അതെന്തിനാ അങ്ങനെ എടുത്തു പറഞ്ഞെന്ന് ചോദിച്ചാൽ, പ്രത്യേകത ഒന്നും ഉണ്ടായിട്ടല്ല പറഞ്ഞത്. ഈ ചില സ്ഥലത്ത് ഇങ്ങനെ സാക്ഷിയൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയും, ഇവർ ചുമ്മാ കൊണ്ടുവന്ന് പറയിക്കുന്ന, അങ്ങനൊന്നും അല്ല, ചുമ്മാ എന്ന് പറയും. അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആധാർ കാർഡ്, പാൻ കാർഡ്, ഇലക്ഷൻ കാർഡ്, പാസ്പോർട്ട് ഒഴികെല്ലാം ഇരിപ്പുണ്ട് കയ്യിൽ, കാണിച്ചു തരാം. പിന്നെ വേറെ ചിലർ പറയും, അത് ഈ അച്ഛൻ മുസ്ലിം അമ്മ ഹിന്ദു അല്ലെ, അമ്മ മുസ്ലിം, അങ്ങനെ സങ്കര ഇനത്തിലൊന്നും വന്നേ അല്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പേര് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പാരമ്പര്യ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഞാൻ ഇന്നേക്ക് 21 വർഷങ്ങൾക്ക് മുമ്പ് 2002 എന്ന് ഈ ബൈബിൾ എടുത്തുകൊണ്ട് പെന്തക്കോസിൽ തുള്ളാൻ ഇറങ്ങിയോ അന്ന് ഉള്ള കിടക്കാടോ കൂടെ പോയെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് പെന്തിക്കോസി ഒന്ന് രക്ഷപ്പെടാന്നൊന്നും പറഞ്ഞ ആരും ഇങ്ങോട്ട് ഇറങ്ങരുത്, ഉള്ള കിടക്കാടോ കൂടെ പോകും. അപ്പൊ രക്ഷപ്പെടാൻ വരുന്ന പരിപാടി അല്ലിത്, അതിന്റെ ലോട്ടറി എടുത്താൽ മതി. അപ്പൊ എന്തിനാ ഇതൊക്കെ പറയുന്നത് ചോദിച്ചാൽ, ഈ പ്രാർത്ഥനാ കൂട്ടത്തെ കുറിച്ച് നാട്ടുകാർക്ക് ഒത്തിരി തെറ്റിദ്ധാരണകളാണുള്ളത്. നാളെ ഒരു ചേച്ചി ഫേസ്ബുക്കിലും ഇന്റർനെറ്റിലും ഒക്കെ ഒരു ചേച്ചി വന്നിട്ട് പറയാണ്, ആ ചേച്ചി ഇപ്പൊ ഇല്ല, ഇടയ്ക്ക് ഇങ്ങനെ പൊങ്ങി വരും. അപ്പൊ ആ ചേച്ചി പറയാണ്, പെന്തക്കോസുകാർ ഉപദേശിമാര് 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെ മതം മാറ്റുന്നു ഒരു ചേച്ചി. അന്ന് ഈ ചേച്ചിക്ക് മറുപടിയൊക്കെ നമ്മൾ കൊടുത്തു തന്നാലും ചേച്ചിയുടെ ആളുകൾ വല്ലതും പരിസരത്തുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ആരെങ്കിലും ഞങ്ങളുടെ ആളുകളെ കൊണ്ടുപോകുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തരാം. നിങ്ങളൊരു 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് തിരിച്ചാൽ കൊണ്ടുപോകണം. കാരണം കഞ്ഞിക്ക് വന്നവൻ കോഴിക്കാല് കണ്ടാൽ തീർച്ചയായിട്ടും തിരിച്ച് പോകും. അതുകൊണ്ട് ഒട്ടും മടിക്കണ്ട. ഈ മുറ്റത്ത് ഇപ്പൊ ഇരിക്കുന്ന കൂട്ടത്തിന്റെ അകത്തുനിന്നും 4 പേരെ കോഴിക്കാല് കാണിച്ച് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്തോണം? പോണം. അയ്യോ പോകണേന്നാ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എത്ര ഇതിനകത്തുനിന്ന് പോയി അല്ലേ? കോഴിക്ക് വന്ന എല്ലാം പോയി, ബാക്കിയുള്ളത് എത്ര കഷ്ടം വന്നാലും ഇവിടെ നിൽക്കും. അവൻ അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ട് വരുന്ന മാർഗമല്ല വിശ്വാസ ജീവിതം. അതുകൊണ്ട് ഞാൻ അനുഭവത്തിൽ നിന്ന് ദേശത്തോട് പറയുക, കാര്യം ഇവര് കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്തത് പെന്തക്കോസുകാരോട് ഇപ്പൊ നിന്നെ തൊടാൻ പോവുക കത്തിക്കുമെന്ന് പറയാനല്ല, ദേശക്കാർ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അവരോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ഉപവാസ പ്രാർത്ഥന വെച്ചാൽ മതിയാണ്. അപ്പൊ അതുകൊണ്ട് പുറത്തുള്ള ആളുകൾ, സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇന്നിവിടെ പ്രസംഗിക്കുന്ന ഷമീർ അബ്ദുൽ സലാമും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പ്രസംഗിച്ച ബിജു കൃഷ്ണനും ഇവിടെ ഇരിക്കുന്ന ഈ മീറ്റിംഗ് നടത്തുന്ന മാത്യു വർഗീസും ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഇതിന്റെ അകത്തിരുന്ന് യേശു ക്രിസ്തുവിനെ ഉയർത്തുന്നത് ഇതൊരു മതത്തിന്റെ മാർഗമായതുകൊണ്ടല്ല, മറിച്ച് മനുഷ്യന് മരണാനന്തര ജീവിതത്തിലേക്ക് നയിക്കപ്പെടുവാൻ, മോക്ഷം പ്രാപിപ്പാൻ, നിത്യജീവൻ പ്രാപിപ്പാൻ യേശു ക്രിസ്തു എന്ന ഏക നാമമല്ലാതെ മറ്റൊരുത്തരിലും രക്ഷയില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട്
2002 വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ ബാപ്പായുടെയും ഉമ്മായുടെയും കുടുംബക്കാർ പറഞ്ഞു, നീ പെന്തിക്കോസിൽ തുള്ളാൻ ഇറങ്ങിയെങ്കിൽ തെണ്ടിത്തിരിഞ്ഞ് ഞങ്ങളുടെ അടുക്കൽ വരുവടാ, അല്ലാതെ 1 സെന്റ് ഓഹരി നിനക്ക് തരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ അന്നും ഇന്നും അത്യാവശ്യം പറയേണ്ടടുത്ത് മറുപടി പറയുന്ന ആളാണ്. ന്യായമായ കാര്യമാണെങ്കിൽ സംസാരിക്കും, അല്ല ചുമ്മാ വഴിയെ കയറി പോകുന്നവനൊക്കെ തല്ലാണ് പൊതുവകയൊന്നും അല്ലത്. ആ പരിപാടി ഒന്ന് ഇങ്ങോട്ട് ഇറക്കാൻ നോക്കണം. സുവിശേഷം അറിയിക്കുമ്പോൾ തല്ലിയാൽ സ്തോത്രം പറഞ്ഞ് കൊള്ളും. എന്റെ നിമിത്തം സുവിശേഷം നിമിത്തം എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. 2 കാര്യം. ഒന്ന്, യേശുവിനെ അറിഞ്ഞത് നിമിത്തം ആരെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുന്നില്ലയോ, ആ ഇഷ്ടം വേണ്ട. 2, സുവിശേഷം പ്രസംഗിച്ചത് നിമിത്തം ആർക്കെങ്കിലും പിരിയമ്പുത്ത് ഇളകുന്നെങ്കിൽ ഇളകിപ്പോട്ടെ. ഈ 2 കാര്യം നമുക്ക് പ്രശ്നമില്ല. അല്ലാതെ ചുമ്മാ വഴിയ ബോധനൊക്കെ കയറി തോണ്ട പൊതുവകയൊന്നുമല്ല. കാര്യം പറയുന്നിടത്ത് കാര്യം പറയും. അപ്പൊ അതുകൊണ്ട് ബാപ്പാടും ഉമ്മാടും കുടുംബക്കാര് തെണ്ടിത്തിരിഞ്ഞ് ഞങ്ങളുടെ അടുക്കൽ വരുവടാ, പെന്തിക്കോസിൽ തുള്ളാൻ പോയെന്നൊക്കെ പറഞ്ഞപ്പോൾ വളരെ ആവേശത്തോടെ അവരോട് ഞാൻ മറുപടി പറഞ്ഞു, ഞാൻ തെണ്ടിത്തിരിഞ്ഞ് നിങ്ങളുടെ അടുക്ക വരാൻ ഞാൻ സേവിക്കുന്ന യേശു തെണ്ടി അല്ലടോ എന്ന് പറഞ്ഞു. തെണ്ടിയെ സേവിക്കാനല്ല ഇറങ്ങിയത്. 1 സെന്റിന് പോലും നിന്റെ അടുക്കൽ വരത്തില്ല, ഈ പട്ടണത്തിൽ ദൈവം നടത്തും എന്ന് പറഞ്ഞു. കൃപയാൽ അങ്ങനെ ഇറങ്ങി തിരിച്ചപ്പോൾ എന്റെ ഉമ്മ ജമീല ബീവി ആദ്യം എതിർത്തു. ബൈബിൾ എടുത്ത് കട്ടിലിനടിയിലോട്ട് ഒറ്റ ഏറ് വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ വടച്ചതമ്പുരാനെ ഇനി എന്തൊക്കെയാ ഇവിടെ വരാനിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കിയ എന്റെ ഉമ്മ ഇന്ന് ഓരോ തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് ഈ ബൈബിൾ ഉയർത്തിപ്പിടിച്ച് പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, മനുഷ്യന് രക്ഷ പ്രാപിപ്പാൻ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ചുമ്മാ കുഞ്ഞുങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരു പരിപാടി അല്ല എന്നുള്ളത് കൊണ്ട് എന്തിനാണ് ആർക്കും ഇഷ്ടമില്ലാത്ത ഈ കൂട്ടത്തിലോട്ട് ഷമീർ അബ്ദുൽ സലാം കൊട്ടാൻ ഇറങ്ങിയെന്ന് പറയാൻ പോവാണ്. അത് പറയാനാണ് മീറ്റിംഗ് നടത്തുന്നത്. കാര്യം എന്നോട് ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ഷമീർ എന്തായാലും നീ ക്രിസ്ത്യാനി ആയതോ ആയി, ഇച്ചിരി മര്യാദ ഉള്ള പള്ളി പോയിക്കൂടായിരുന്നു. അപ്പൊ മര്യാദ ഉള്ള പള്ളി ഏതാ? മാർബിളൊക്കെ കെട്ടി, ഗോപുരമൊക്കെ കെട്ടി, ടൈൽസ് ഇട്ട്, മുറ്റത്ത് 10 കാറ് കിടക്കുന്ന, ആരാധന കഴിഞ്ഞ് ആയിരങ്ങൾ ഇറങ്ങി, അങ്ങനെ എത്ര അതൊന്നും പോകാതെ ഈ 5-6 പേരിരുന്ന് കൈ വെട്ടിപ്പാടി കലവല വിലുവിലൂന്ന് എന്തൊക്കെയോ പറഞ്ഞ് മൂടിട്ടിടിക്കുന്ന കൂട്ടത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൂടിട്ടിടിക്കുന്ന കൂട്ടം, ഉപവാസ പ്രാർത്ഥനയ്ക്ക് സൗകര്യമാർ ആരാധിക്കുന്ന കാണുമ്പോൾ മൂടിട്ടിടിക്കുന്ന കൂട്ടം അങ്ങനെയൊക്കെ പറയുന്ന. അപ്പൊ ഈ കൂട്ടത്തിൽ എന്തിനാ പോയത് എന്ന് ചോദിക്കുന്നവരുണ്ട്. സത്യം ഞാൻ പറയട്ടെ, ഇഷ്ടപ്പെട്ട് ഇതിന്റെ അകത്ത് വന്നവരാരും ഇതിനകത്തില്ല. അത് കുടുംബത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ളവർ മാത്രം, അല്ലാതെ പുറത്തുനിന്ന് ഇഷ്ടപ്പെട്ട് ബെന്തിക്കോസിൽ ഓടിക്കേറിയവരാരും ഇതിനകത്തില്ല. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരോട് ഇപ്പം ഇങ്ങോട്ട് വിളിച്ച് മൈക്ക് കൊടുത്താൽ ഇരിക്കുന്നത് 90% പേരും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ചത്താലും എന്നെ ബെന്തിക്കോസിലാക്കാന്ന് നീ വിചാരിക്കണ്ടടി മോളെ എന്ന് പറഞ്ഞ ഐറ്റമാണ് ഇപ്പൊ ഇതിനകത്തിരുന്ന് കൈ കൊട്ടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ട് ഇതിനകത്ത് ഓടിക്കേറിയല്ല. പിന്നെ എന്തിനാ ഷമീറും സിയാദും നസീറും നാരായണനും ഗോപാലനും ബിയു കൃഷ്ണനും മുഹമ്മദ് കുട്ടിയും തോമസ് കുട്ടിയൊക്കെ യേശുവിന്റെ പിന്നാലെ തുള്ളാൻ ഇറങ്ങിയതെന്നുള്ളതിന്റെ യാഥാർത്ഥ്യം ദേശത്തോട് ഒരു കുട്ടിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അറിയിക്കാൻ പോവുകയാണ്. ഒന്ന് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടോ, ചിലപ്പോൾ ചാകുന്നതിന് മുമ്പ് ഗുണപ്പെട്ടാലോ. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങളൊക്കെ പെന്തിക്കോസിനകത്ത് തുള്ളാൻ ഇറങ്ങിയത് എന്നുള്ളതിന്റെ വിഷയത്തിലേക്ക് ഞാൻ ഓടി വരികയാണ്. 2002 വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. വിശ്വാസ ജീവിതത്തിലേക്ക് വരുവാനുള്ള സാക്ഷ്യം പറയാനായാൽ പ്രസംഗിക്കാൻ തന്ന സമയം തീരും, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ നിവൃത്തിയില്ല. എന്നാൽ 2002 എനിക്ക് 2 സഹോദരിമാരാണ്. എന്റെ സഹോദരിയോടുള്ള ബന്ധത്തിൽ ഒരു രോഗാവസ്ഥയിൽ ഡൽഹി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്താണ്, അവളുടെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് ഞാൻ പോകുന്ന സമയത്താണ് ഡൽഹിയിലെ മലയാളി പാസ്റ്റർമാര് ആശുപത്രി കിടക്കയിൽ ട്രാക്റ്റും കൊണ്ടുവരുന്ന പരിപാടി നടത്തിയ സമയത്താണ് ആദ്യമായി സുവിശേഷം കേൾക്കുന്നത്. സുവിശേഷത്തിന് കാത് കൊടുത്തപ്പോൾ അവരെന്നോട് പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. നിന്റെ സഹോദരിയുടെ ശരീരത്തിൽ മെഡിക്കൽ സയൻസിന്റെ കത്തി തൊടാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞു. അന്ന് വരെ ദൈവത്തെ കുറിച്ച് എനിക്കുള്ള അറിവ് ചെറിയ കുഞ്ഞു പ്രായം മുതൽ തൊപ്പിയിട്ട് മദ്രസയിൽ പോയി ഖുറാന്റെ വചനങ്ങളൊക്കെ പഠിച്ചു. അങ്ങനെ വലിയ PhD ഒന്നും എടുത്തില്ലെങ്കിലും അത്യാവശ്യം മനസ്സിലാക്കാവുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു.
നമസ്കാരവും നോമ്പും മറ്റു കാര്യങ്ങളും ഒക്കെ ആ ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടയാളാണ് ഞാൻ. എനിക്ക് ഒരു ദൈവവിശ്വാസമുണ്ട് എന്ന നിലയിൽ അതിന്റെ അപ്പുറത്ത് മറ്റൊന്നിനെയും വിമർശിക്കാനോ മറ്റൊന്നിനെ തള്ളിപ്പറയാനോ ഒന്നും പോകാതെ എന്റെ കൂട്ടുകാര് ശബരിമലയ്ക്ക് പോകുമ്പോൾ ഒരു ടൂറിന് പോകുന്ന സന്തോഷത്തിൽ 4 തവണ ഞാൻ പോയിട്ടുണ്ട് അവരുടെ കൂടെ. അപ്പൊ അങ്ങനെ വളരെ ഒരു പൊതുചിന്താഗതിയോടെ വളർന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന അവരുടെ വാക്കിന്റെ മുമ്പിൽ അല്പം ചിന്തിച്ചു. എന്താണ് വിശ്വസിക്കേണ്ടത്? അവർ പറഞ്ഞു, യേശു ക്രിസ്തു വിശ്വസിക്കാം. എന്നാൽ നിന്റെ സഹോദരിക്ക് കത്തിവെക്കാതെ സൗഖ്യം തരാൻ ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, എനിക്കിപ്പോ ഏത് ദൈവമായാലും പ്രശ്നമില്ല, സഹോദരിക്ക് സുഖമായാൽ മതി. അങ്ങനെ ചിന്തിച്ചു, അങ്ങനെ പ്രാർത്ഥിച്ചു. ചുരുക്കി പറയട്ടെ, ഓപ്പറേഷന്റെ ഡേറ്റിൽ തിയേറ്ററിലോട്ട് ട്രോളിയിൽ കിടത്തി ഉരുട്ടിക്കൊണ്ടുപോയ സഹോദരി തിരിച്ചു പുറത്തേക്ക് നടന്നു വരുന്ന കാഴ്ച സ്വന്തം കണ്ടുകൊണ്ട് കണ്ടിട്ടാണ് ആദ്യമായി ഞാൻ ഈ പുസ്തകം കയ്യിലെടുത്തത്. അതിന്റെ വിശദീകരണം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ പുസ്തകം എടുത്ത് തിരികെ ട്രെയിൻ കയറുമ്പോൾ ഈ പുസ്തകത്തിനോടൊരു പ്രത്യേകത തോന്നി. ഇതെന്താണെന്ന് മനസ്സിലാക്കണം, പഠിക്കണം എന്നൊരു ചിന്ത തോന്നി. തിരിച്ച് നാട്ടിൽ വന്ന് ഉമ്മാനോട് പറഞ്ഞു, യേശു അവളെ സൗഖ്യമാക്കിയെന്ന് പറഞ്ഞു. അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു പരുവത്തിൽ കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ വീട്ടിന്റെ പരിസരത്ത് ഒരു ഉപദേശി വന്നൊരു വീട് വാടകയ്ക്കെടുത്ത് കൊട്ടിപ്പാടാൻ തുടങ്ങി. അന്ന് വരെ പെന്തക്കോസെന്നോ മറ്റോ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത എന്റെ ദേശത്ത് കൈയടിച്ച് കൊട്ടിപ്പാടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ കൂട്ടം വീട് വാടകയ്ക്കെടുത്ത് വന്നു. എല്ലാ വീട്ടിലും കയറി ക്ഷണിച്ച കൂട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിലും വന്നു. ഞായറാഴ്ച ഒരു പ്രവർത്തനം, പ്രാർത്ഥന ആരംഭിക്കുകയാണ്, സമയമുണ്ടെങ്കിൽ ഒന്ന് വരണമെന്ന് ശാന്തമായി ക്ഷണിച്ചു. എന്ത് പ്രാർത്ഥനയാണെന്ന് ചോദിച്ചപ്പോൾ യേശുവിന്റെ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു. യേശു എന്ന് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം. എന്നാ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഈ പ്രാർത്ഥനയ്ക്ക് പോയപ്പോഴാണ് ഈ കമ്മലും മാല ഇല്ലാതെ കൊട്ടുന്ന കൂട്ടത്തെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതുവരെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എന്റെ അറിവ്, ഞങ്ങളുടെ വീട്ടിന്റെ അടുത്ത് കത്തോലിക്കരായ സഹോദരങ്ങളുണ്ട്. കത്തോലിക്കരായ സഹോദരങ്ങൾ അവിടെ വീട്ടിന്റെ അകത്ത് പലതരത്തിലുള്ള ദയനീയമായ മുഖങ്ങളോടുകൂടി കിടക്കുന്ന യേശുക്രിസ്തുവിന്റെ ക്രൂശിത രൂപങ്ങളുണ്ട്, കൊന്തയുണ്ട്, കുരിശുണ്ട്. അത്തരത്തിലുള്ള അറിവാണ് എനിക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചും ക്രിസ്ത്യാനിയെ കുറിച്ചും അതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കൂട്ടത്തെ കണ്ടപ്പോൾ ആദ്യം അല്പം ബുദ്ധിമുട്ട് തോന്നി. ഇവർ ആരാധിക്കുമ്പോൾ ഇവരിങ്ങനെ ബഹളം ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ നാണക്കേട് തോന്നി. കഥകിന്റെ മൂലയിൽ ഒളിച്ചിരുന്നയാളാണ് ഞാൻ ആദ്യം. അങ്ങനെ 2 ആഴ്ച പോയി. 3-ാമത്തെ ആഴ്ചയിൽ ആരാധന കഴിഞ്ഞു. ദൈവദാസൻ എഴുന്നേറ്റ് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ തുടങ്ങി. വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുണ്ടായി. ഒരു പാപിയാണെന്നുള്ള തിരിച്ചറിവ് ദൈവാത്മാവ് തന്നു. ആ ആരാധന നടുവിൽ ഏതാണ്ട് 12:40 ഈ യേശുവിനെ ആർക്ക് വേണമെന്ന ചോദ്യത്തിന്റെ മുമ്പിൽ സംശയമില്ലാതെ ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഈ യേശുവിനെ എനിക്ക് വേണം. അങ്ങനെ 2/8/2002 ഉച്ചയ്ക്ക് 12:40 യേശു ക്രിസ്തുവിനെ എന്റെ കർത്താവും എന്റെ രക്ഷിതാവുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഞാൻ രക്ഷിക്കപ്പെടുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അങ്ങനെ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോദ്യങ്ങളായി. എന്തിന് ഈ കൂട്ടത്തിൽ പോണം? ക്രിസ്ത്യാനിയാണെങ്കിൽ നല്ല പള്ളികൾ ഇവിടെ ഇല്ലേ? നല്ല ആളുകൾ ഇവിടെ ഇല്ലേ? ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ കത്തോലിക്കരും മർത്തോമാക്കാരും ഓർത്തഡോക്സുകാര് യാക്കോബായക്കാര് തുടങ്ങി നിരവധിയായ സമൂഹം ഇവിടെ ഉണ്ട്. അവരെല്ലാം മോശക്കാരായതുകൊണ്ടൊന്നും അല്ലല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഒത്തിരി നല്ല ആളുകളുണ്ട്. എനിക്കറിയാം, നല്ല പ്രവർത്തികൾ ചെയ്യുന്ന, നല്ല മനസ്സുള്ള, കർത്താവിനെ സ്നേഹിക്കുന്ന നല്ല ഭക്തരായ ആളുകളാണ് സാമുദായിക സഭകളിലുള്ളത്. ഒരു പക്ഷേ ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പള്ളിയിൽ അച്ഛൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ അച്ഛന്മാരുടെ പ്രാർത്ഥന 1-1.5 പ്രാർത്ഥനയാണ്. അവരിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നൊരു പ്രാർത്ഥനയാണ്. പക്ഷെ ആ പ്രാർത്ഥന തീരാതെ ആമേൻ എന്ന് പറയാതെ അവിടെ തല മുമ്പിട്ട് നിൽക്കുന്ന ഒരെണ്ണം പള്ളിയിൽ നിന്ന് ഇറങ്ങത്തില്ല. തിരിച്ച് നമ്മളോ? ഞാൻ പറയണ്ടല്ലോ. ഇപ്പൊ ഇന്ന് രാത്രി നിങ്ങൾ കണ്ടോ, ഈ മൈക്ക് അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ ദേവദാസൻ പറയും, കേൾക്കപ്പെട്ട വചനത്തിനു മുമ്പേ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ പലരുടെയും വണ്ടി സ്റ്റാർട്ടായി കഴിയും. ഞാൻ വ്യത്യാസം പറഞ്ഞതാ, സ്വതന്ത്രം പോയി, എനിക്കറിയാം. അപ്പം ഉള്ളത് യാഥാർത്ഥ്യം അങ്ങനെയാ, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പോ ഒത്തിരി നന്മയുള്ള നല്ല ആളുകളൊക്കെ ഈ പരിസരങ്ങളിൽ മറ്റിതര സമൂഹങ്ങളിലുണ്ട്. അവരൊക്കെ മോശക്കാരും നമ്മൾ മിടുക്കന്മാരും ആയതുകൊണ്ടല്ല ഇതിന്റെ അകത്ത് വന്നിരുന്ന് ആരാധിക്കുന്നത്.
പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വരേണ്ടുന്നതിന്റെ ആവശ്യകത എന്നുള്ളതാണല്ലോ നമ്മുടെ ചിന്താ വിഷയം. അപ്പൊ പലരും ചോദിച്ചു, നിനക്ക് ഇതിൽ തന്നെ പോകാതെ മറ്റേതിലേക്ക് പോയിക്കൂടായിരുന്നോ? അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇസ്ലാമിക പശ്ചാത്തലത്തിൽ നിന്നും ക്രിസ്ത്യാനിയാകാൻ, ക്രിസ്തുവിന്റെ അനുയായിയാകാൻ, ക്രിസ്തുവിന്റെ പഠനം സ്വീകരിപ്പാൻ ഇറങ്ങിത്തിരിച്ച എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു പ്രത്യേക വിഭാഗക്കാരോട് സ്നേഹം കൂടുതൽ തോന്നേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എന്തായാലും വിട്ടിറങ്ങിയതിറങ്ങി. ഇതിലേതെങ്കിലും ഒന്നിൽ കയറി ക്രിസ്ത്യാനിയായിട്ടൊക്കെ ജീവിച്ച പോലെ, അല്ലാതെ മറ്റൊന്നിനോട് ദേഷ്യം തോന്നേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. ഇപ്പം ഈ ഓർത്തഡോക്സുകാര്, യാക്കോബുകാര് കണ്ടുകൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ ശവം റോഡിൽ വെച്ച് അടിക്കുന്നതൊക്കെ ഞാൻ വാർത്തയെ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇങ്ങോട്ട് അടിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഈ പിന്നെ നമ്മുടെ ഇടയിൽ തന്നെ കുറെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടാത്തൊക്കെ പോലെ എല്ലാത്തിലും ഉണ്ടല്ലോ. എന്ന പോലെ എനിക്ക് ആരോടും ദേഷ്യം തോന്നേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ യാഥാർത്ഥ്യം എന്താണെന്നൊന്ന് മനസ്സിലാക്കണമെന്നേ അന്നുണ്ടായിരുന്നുള്ളൂ. കാരണം എല്ലാവരും പറയുന്നു ഞങ്ങളുടെ പള്ളിയാണ് ശരി, അടുത്ത ആള് പറയുന്നു ഞങ്ങളുടെ കൂടെ വാ, ഞങ്ങളുടേതാണ് ശരി. അപ്പൊ വേറൊരാള് പറഞ്ഞു അതല്ല, അതൊക്കെ ചുമ്മാതാ, ഞങ്ങളുടെ കൂടെ വാ, ഇതാണ് ശരി. അപ്പൊ എല്ലാവരും ഞങ്ങളുടേതാണ് ശരി എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് വന്ന ഒരാളെന്ന നിലയിൽ ഇതിലേതാണ് ശരി എന്ന് എനിക്കറിയണമല്ലോ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്കൊരു യാഥാർത്ഥ്യം പിടികിട്ടി. ശരി ഒന്നേ ഉള്ളൂ, അത് ദൈവത്തിന്റെ വചനമാണ്. ശരി ഒന്നേ ഉള്ളൂ, അത് ദൈവത്തിന്റെ വചനമാണ്. ആകാശം മാറിയാലും ഭൂമി എഴിഞ്ഞു പോയാലും വള്ളിപുള്ളി മാറ്റം വരാത്ത ദൈവത്തിന്റെ വചനം, അതാണ് ശരി. അതുകൊണ്ട് എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു, ഈ വചനപ്രകാരം ദൈവത്തിന് ഭൂമിയിൽ ഒരു സഭയുണ്ടോ? ഉണ്ടെങ്കിൽ അത് കണ്ടെത്തണം. അതാ നാലാമത്തെ ചിന്ത, രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട്. അപ്പൊ ഏതാണ് ഈ സഭ എന്നുള്ളതാണ് നമ്മൾ ഇനി ധ്യാനിക്കാൻ പോകുന്നത്. അപ്പൊ വചനപ്രകാരം ദൈവത്തിന് ഭൂമിയിൽ സഭയുണ്ടോ? ഉണ്ടാകണം. കാരണം യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും. അപ്പൊ അതേതാന്ന് അറിയണം. ഹോളോ ബ്രിക്സ് കൊണ്ടാണോ, അതോ ഇനി വല്ല വി ബോർഡ് കൊണ്ടാണോ, അതോ പുതിയ മെറ്റീരിയൽസ് വല്ല കൊണ്ടാണ്? എന്തുകൊണ്ടാണ് ഈ യേശു പണിയും എന്ന് പറഞ്ഞ സഭ? അപ്പൊ ആ സഭ ഒന്ന് കണ്ടെത്തണം. അതിനുവേണ്ടി ആ കാലത്ത് ഞാൻ ബൈബിളും കൊണ്ട് അന്ന് എനിക്ക് പരിചയമുള്ളതായ പള്ളികളിലൊക്കെ പോവുകയാണ് ആദ്യം ചെയ്തത്. ഒരാഴ്ച കോട്ടയിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി. എന്ത് സന്തോഷം! കണ്ണുനീർത്താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും നിന്മനമിളകാതെ. ഇതൊക്കെ കേൾക്കുമ്പോ നമ്മൾ ഏതോ ലോകത്ത് പോവുക. എത്ര മനോഹരമായ ധ്യാനം! മനസ്സിനെന്താ സന്തോഷം! അടുത്ത ദിവസം അടുത്ത സഹോദരന്മാർ വന്ന് പാടുന്നു, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ. കരച്ചിലുകൊണ്ട്, ചിരിയുകൊണ്ട്, എല്ലാ രീതിയിലുള്ള പാട്ടും. അങ്ങനെ സന്തോഷത്തോടെ ഒത്തിരി സന്തോഷം തോന്നി. അത് കഴിഞ്ഞ് വചനധ്യാനത്തിലേക്ക് പനക്കലച്ചനൊക്കെ വന്നു കയറി ധ്യാനങ്ങൾ നടത്തുമ്പോൾ കയ്യിലിരിക്കുന്ന ബൈബിൾ തുറന്നു വെച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളും ബൈബിളിലെ കാര്യങ്ങളുമായി ഒത്തുനോക്കിയപ്പോൾ എവിടെയോ ഒരു പ്രശ്നം. എന്റെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ ഈ പറയുന്നത് പോലെ അല്ലല്ലോ എഴുതിയിരിക്കുന്നുള്ള ചിന്ത ഭരിക്കാൻ തുടങ്ങി. ഞാൻ തുറന്നു വെച്ച് വായിച്ചപ്പോൾ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, വണങ്ങരുത്, വഷളത്വം പ്രവർത്തിക്കരുത്. വഷളത്വം എന്ന് എഴുതിയിരിക്കുന്നത് രോമാഞ്ചം എന്നല്ല, വഷളത്വം പ്രവർത്തിക്കരുത് എന്നെഴുതിയിരിക്കുന്നിടത്ത് ആലയങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന വിഗ്രഹങ്ങളെ കണ്ടു. അങ്ങനെ 1, 2, 3, 4 എന്നിങ്ങനെ പലവിധമാകുന്ന കാഴ്ചകൾ പുസ്തകത്തിന് വിരുദ്ധമായി കണ്ടു. ഞാനൊരിക്കൽ UK പോയ സമയത്താണ് ഒരു ക്രിസ്ത്യാനി അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, പാസ്റ്ററെ, ഈ ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുതെന്നാണല്ലോ കർത്താവ് പഠിപ്പിച്ചത്. ഞാൻ പറഞ്ഞു അതെ, അത് ശരിയാണ്, ആണല്ലോ. അപ്പൊ നമ്മുടെ പള്ളിക്കകത്ത്, ഞങ്ങളുടെയൊക്കെ പള്ളിക്കകത്ത് ഞങ്ങൾ അന്യ ദൈവങ്ങളുടെ വിഗ്രഹം അല്ലല്ലോ വെച്ചിരിക്കുന്നത്. ഏത് ബുദ്ധി വേണം. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുന്ന. അപ്പൊ നമ്മുടെ ദൈവത്തെ സംബന്ധിച്ചു പുസ്തകത്തിലുള്ള കാര്യങ്ങളാണ് ഞങ്ങളുടെ പള്ളികളിൽ വെച്ചിരിക്കുക. അന്യ ദൈവത്തിന്റെ ഒന്നും ഞങ്ങൾ വെച്ചിട്ടില്ലല്ലോ. അപ്പൊ അതെങ്ങനെ തെറ്റാകും? ബുദ്ധിമാൻ. ആമേൻ. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി, ഒരു വാദത്തിന് അങ്ങനെ നിൽക്കട്ടെ. താഴോട്ട് നമുക്ക് വായിക്കാം.
മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള മത്സ്യത്തിന്റെയെങ്കിലും, അങ്ങനെയൊക്കെ വാക്യങ്ങളുണ്ടല്ലോ. ഉണ്ട്. ആ മത്സ്യം ഭൂമിയൊക്കെ അങ്ങ് പോട്ടെ, മീതെ സ്വർഗത്തിലെങ്കിലും ഉള്ള. സ്വർഗത്തിൽ ആരാ ഉള്ളേ? നമ്മുടെ ദൈവം തന്നെയല്ലേ. അതിന്റെയും വേണ്ടെന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഞാൻ അത്ര ചിന്തിച്ചിട്ടില്ല. അത്ര ചിന്തിക്കാനാ ഇതുപോലുള്ള യോഗം. അവൻ മീതെ സ്വർഗത്തിലുള്ളതാരാ? അന്യ ദൈവമല്ല, വേദപുസ്തകത്തിലെ ദൈവം. അതിന്റെയും പാടില്ല എന്ന് തന്നെയല്ലേ. അത്രയും ചിന്തിച്ചില്ല. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളുമായി കണക്ട് ചെയ്തപ്പോൾ ഒക്കുന്നില്ല. അങ്ങനെ ധ്യാനം കഴിഞ്ഞ് വന്ന് നേരെ മാർത്തോമ പള്ളിയിൽ പോയി ആരാധന കൂടി. കുഴപ്പമില്ല, കുറച്ചുകൂടി തമ്മിൽ ഭേദം തമ്മൻ, അത് കൊള്ളാം. കുറച്ചുകൂടിയൊക്കെ ബൈബിളുമായിട്ട് ഒത്തുനിന്ന് പോകുന്നു, കൊള്ളാം. അങ്ങനെ വന്നപ്പോഴും ചില കാര്യങ്ങൾ ഒക്കുന്നില്ല. അവിടെ നേരെ CSI പോയി, സാൽവേഷൻ ആർമി പോയി, സെവന്ത് ഡേ പോയി. കറങ്ങി തിരിഞ്ഞ് ആർക്കും വേണ്ടാത്ത കൂട്ടത്തിലാ വന്ന് നിന്ന്. എവിടെ? പെന്തക്കോസ്ത്. അപ്പൊ എന്താ കാര്യം? ഈ പോയ പള്ളിയിലുള്ള ആളുകളൊക്കെ മോശക്കാരാണോ? അല്ല. ആളുകൾ നല്ലതും തീയതും എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ ഇടയിൽ ഇല്ലയോ? നല്ലതും മോശം അതൊക്കെ ഉണ്ട്. അതൊന്നും ഒരു മാറ്റർ അല്ല. കർത്താവിന്റെ കൂടെ നടന്ന 12 ഒരുത്തൻ ആരാ? സഞ്ജി. അവൻ എന്തിനു വേണ്ടിയാ നടന്നേ? സഞ്ജി. നമ്മുടെ പള്ളിയിലും സഞ്ജിക്ക് വേണ്ടി നടക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ അതൊന്നും അല്ല ഇവിടുത്തെ മാറ്റർ. പിന്നെന്താ? ഈ പഠിപ്പിക്കുന്നതും പുസ്തകത്തിലുള്ളതും തമ്മിൽ ഒത്തുനോക്കിയപ്പോൾ ഉപദേശം, പെന്തക്കോസ്തൽ ഉപദേശം, ആ ഉപദേശമാണ് വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഉപദേശത്തോട് നീതി പുലർത്തുന്നതെന്ന തിരിച്ചറിവാണ് ഈ കൂട്ടത്തിലോട്ട് വന്ന് നിൽപ്പനിടയായത്. ഹല്ലേലൂയ. അല്ലാതെ ഇതിനകത്തുള്ളവരെല്ലാം ദൂതന്മാരാണെന്ന് ഞാൻ പറയുക, അങ്ങനൊന്നും ഇല്ല. എല്ലായിടത്തും നല്ലതും തീയതും ഉണ്ട്, ഞങ്ങളുടെ ഇടയിലും ഉണ്ട്, സമ്മതിക്കുന്നു. 100% പെർഫെക്റ്റ് ആയിട്ടുള്ളവർ മാത്രമല്ല പള്ളി വരുന്നത്. അത് കൊരിന്ത്യ ലേഖനമൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ അറിയാം. കൊരിന്ത്യ സഭയിൽ എന്തെല്ലാം ബിരുദന്മാരുണ്ടായിരുന്നു. ഈ സംഘടനയ്ക്കകത്ത് വന്നു കയറുന്നവരെല്ലാം സ്വർഗത്തിൽ പോകുന്നവരല്ല. ഇതിന്റെ അകത്ത് രക്ഷയുടെ അനുഭവത്തിൽ നിൽക്കുന്നവരുണ്ട്. അവരെയാണ് സഭ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പിന്നാലെ വിശദീകരിക്കാം, അവിടെ നിൽക്കട്ടെ. അപ്പൊ കറങ്ങി തിരിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഉപദേശം കുഴപ്പമില്ല, ഏറെക്കുറെ ബൈബിൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പഠിപ്പിക്കുന്നത്, അതിനോട് നീതി പുലർത്തുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലായി. അങ്ങനെ ഇരുന്നപ്പോൾ മറു സൈഡിൽ നിന്ന് ചോദ്യങ്ങൾ വിട്ടേച്ചു വന്ന പാരമ്പര്യത്തിൽ നിന്നുള്ള ചേട്ടന്മാര് തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം. അവർ വന്നിട്ട് കുടുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എന്താ കുടുക്ക് ചോദ്യം? ഒരുത്തൻ വന്നിട്ട് ചോദിക്കുകയാണ്, നല്ല ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് യേശുവിനോട് ചോദിച്ചു. ഉടനെ യേശുവിന്റെ മറുപടി, നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത് എന്ന്? നല്ലവൻ ദൈവം ഒരുവനല്ലാതെ ആരും ഇല്ലല്ലോ. എന്നിട്ട് ഇവൻ ചോദിക്കുക, എടാ യേശു പറയുന്നത് എന്നെ നല്ലവനെന്ന് പോലും വിളിക്കല്ലേ, നിങ്ങൾ പറയുന്നത് ദൈവമെന്ന് വിളിക്കണോ? അപ്പൊ നിങ്ങൾ പറയുന്നത് കേൾക്കണോ യേശു പറയുന്നത്? കണ്ടോ കുടുക്ക്, കണ്ടോ? നമ്മൾ വായിച്ചില്ലേലും അവൻ ബൈബിൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കുടുക്ക് ചോദ്യങ്ങൾ വന്നപ്പോൾ ഇതിന്റെ ഉത്തരം കണ്ടെത്തണമെങ്കിൽ പുസ്തകം വായിക്കണം. അങ്ങനെ അന്ന് മുതൽ ഇന്നു വരെ പുസ്തകം വായിച്ചുള്ള അറിവേ ഷമീർ കൊല്ലത്തിനുള്ളൂ. ബൈബിൾ കോളേജിലെ ഡിഗ്രി ഒന്നും ഇല്ല, ക്ഷമിക്കണം. പക്ഷെ പുസ്തകം വായിക്കുക, ഇന്നും വായിച്ചുകൊണ്ടിരിക്കുക. വായിക്കും തോറും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരാമെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ മനസ്സിലാക്കാൻ തുടങ്ങി. ഉദാഹരണം പറഞ്ഞാൽ അവൻ ചോദിച്ചുകൊണ്ട് വന്ന ചോദ്യം തന്നെ ആ ചോദ്യത്തിന്റെ ഉത്തരമായി മാറി. അത് പറയണം, പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ മനസ്സിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ട് ഇവിടുന്ന് പോകും. അങ്ങനെയൊന്നും കൺഫ്യൂഷൻ വേണ്ട. യേശു അവനോട് തിരിച്ചു പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത് എന്ത്? ഈ മറുപടി പറഞ്ഞ ചോദ്യം ചോദിച്ചുകൊണ്ട് വന്നവൻ ആരാ? യഹൂദനാണ്. യഹൂദൻ യേശുക്രിസ്തുവിനെ മശിഹയായി ദൈവമായി അംഗീകരിച്ചിട്ടുണ്ടോ?
ഇപ്പൊ കുറെ പേരൊക്കെ രക്ഷിക്കപ്പെട്ടു, യഹൂദന്റെ അടുത്ത് വരുന്നു. അന്ന് അംഗീകരിച്ചിട്ടുണ്ടോ? യേശു ഭൂതലത്തിൽ നിന്ന് പ്രസംഗിച്ചപ്പോൾ യഹൂദന്മാർ അവനെ എറിയാൻ കല്ലെടുത്തു. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്നെ ആക്രമിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി പുസ്തകത്തിലുണ്ട്. എന്താണ്? നീ തെറ്റൊന്നും ചെയ്തത് കൊണ്ടല്ല, നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ടാണ് ഞാൻ. അപ്പൊ യേശുക്രിസ്തുവിന്റെ പ്രസംഗത്തിലെല്ലാം താൻ ദൈവമാണെന്ന് യേശു സമർത്ഥിച്ചിരുന്നു, അല്ലേ? അത് യഹൂദൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഇവൻ കല്ലെടുത്തത്. അപ്പൊ വിഷയം അത്രയും മനസ്സിലായല്ലോ. അപ്പൊ ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് വരുന്ന യഹൂദൻ ഈ യേശുക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കാത്തവനാണ്. അവനോട് കർത്താവ് പറയുന്ന മറുപടി ശ്രദ്ധിക്കണം. കർത്താവ് നല്ല ക്ലീൻ ആയിട്ടുള്ള മറുപടിയാണ് പറയുന്നത്. കർത്താവ് പറയുകയാണ്, ഇവനോട്, യഹൂദനോട് പറയുകയാണ്, നീ എന്നെ ദൈവമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. പക്ഷെ നീ എന്നെ എന്താ വിളിച്ചേ? നല്ലവനെന്ന്. നല്ലവൻ ആരേ ഉള്ളൂ? ദൈവമേ ഉള്ളൂ. അപ്പൊ നീ എന്നെ നല്ലവനായിട്ട് കണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ ആരാ? പിന്നെ ഇതേ കൂടുതൽ മറുപടി എന്താ? മനസ്സിലാവുന്നുണ്ടോ? ചോദ്യം ചോദിച്ചുകൊണ്ട് വരുന്നവൻ യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കാൻ പാടാ. പക്ഷെ പുള്ളി ഒരു കാര്യം അംഗീകരിച്ചു, നീ നല്ലവനാ. അപ്പൊ കർത്താവ് പറഞ്ഞു, നല്ലവനാരേ ഉള്ളൂ? ദൈവമേ ഉള്ളൂ. അപ്പൊ ഞാൻ ദൈവമാ. കണ്ടോ? ചോദ്യത്തിൽ നിന്ന് തന്നെ ഉത്തരം പോയ പോക്ക് കണ്ടോ? ഇത് പരിശുദ്ധാത്മാവിന്റെ ഇടപെടല. അങ്ങനെ പുസ്തകം പഠിക്കാൻ തുടങ്ങി. ഈ വിഷയത്തിലോട്ട് കയറുക. അങ്ങനെ ഈ പുസ്തകം വായിക്കും തോറും ഇന്ന് രാത്രി കരിപ്പുഴ ദേശത്തോട് അഭിമാനത്തോടെ വിളിച്ചു പറയാം, വായിക്കും തോറും ഈ പുസ്തകം അങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതിൽ അഭിമാനം തോന്നിയെന്ന് ഇന്ന് രാത്രി ഉച്ചത്തിൽ വിളിച്ചു പറയുന്നതിൽ സന്തോഷമുണ്ട്. ഇത് വായിക്കണം. ഇത് വായിച്ചാൽ ബൈബിൾ പറയുന്നു, നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രനാണ്. പക്ഷെ ഇത് വായിക്കാൻ വിചാരിച്ച് കൊന്നാ സമ്മതിക്കില്ല. അതുകൊണ്ട് പലരുടെയും വീട്ടിൽ ബൈബിളുണ്ട്, പുസ്തകമുണ്ട്, അതെടുത്ത് ഷോക്കേഴ്സിൽ വെച്ച് കറണ്ട് ചാർജിന്റെ കോപ്പിയും കരമടച്ചതിന്റെ രസീതും തൊഴിലുറപ്പിന്റെ ചീട്ടും നോട്ടീസും തുണ്ട് പേപ്പറും എല്ലാം ഇതിനകത്ത് കൊണ്ടുവച്ച് ചെമ്പരത്തിപ്പൂവും പറിച്ചിട്ട് ചന്ദനത്തിരിയും കത്തിച്ച് പുകച്ച് പുസ്തകം അവിടെ വെച്ചേച്ച് റോഡിൽ കൂടെ ഓലമടലും പിടിച്ചുകൊണ്ട് നടക്കും. ഓലക്കാലം. അപ്പൊ ഓലക്കാലം പിടിച്ചുകൊണ്ട് പോകുന്നത് അഭിമാനം. വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്നവനെ കാണുമ്പം ഇച്ചിച്ചി. ഇതാണ് നമ്മുടെ മനുഷ്യന്റെ ചിന്താഗതി എന്ന് ഞാൻ പറയുക. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പാസ്റ്റർ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട. വീട്ടിലിരിക്കുന്ന പുസ്തകം എടുത്ത് വായിക്ക്. ഒരു വ്യാഖ്യാനവും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പുസ്തകത്തിലെ സത്യം വെളിപ്പെടുത്തി തരും. ആ സത്യം സ്വതന്ത്രരാക്കിയവരാണ് ഇന്ന് ഈ മുറ്റത്തകത്തിരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം. ഹല്ലേലൂയ. വായിക്കാൻ തുടങ്ങി. ഇനി വായിക്കും തോറും എന്നെ അധികം സന്തോഷിപ്പിച്ച യാഥാർത്ഥ്യങ്ങളിലേക്ക് ഞാൻ കയറുകയാണ്. ഒന്ന്, ഈ പുസ്തകം ചേർത്ത് പിടിക്കാൻ ഷമീറിനെ പ്രേരിപ്പിച്ച ഒന്നാമത്തെ ഘടകം, ഈ പുസ്തകം ഒരു മതഗ്രന്ഥം അല്ല എന്നുള്ള സത്യമാണ്. ഞാൻ ഈ കരിപ്പുഴ ദേശത്തോട് ഈ ഉച്ചഭാഷയിലൂടെ വെല്ലുവിളിച്ച് പറയാം, ഈ പുസ്തകത്തിൽ എവിടെങ്കിലും ഒരമുറി കഷണം വചനമെങ്കിലും മതം പഠിപ്പിക്കുന്നെങ്കിൽ, മതത്തിൽ ചേർക്കണമെന്ന് പഠിപ്പിക്കുന്നെങ്കിൽ, ആ ഒരു വരി ആരെങ്കിലും കാണിച്ചു തന്നാൽ ഇന്ന് രാത്രി ഈ പുസ്തകം വിട്ട് നിങ്ങൾ പറയുന്ന ദൈവത്തെ ഞാൻ ആരാധിക്കാം. ഹല്ലേലൂയ. ഈ പുസ്തകം മതം പഠിപ്പിക്കുന്നില്ല. കാരണം ഇത് മതഗ്രന്ഥമല്ല. മതപുരോഹിതന്മാർക്കെതിരെ ശബ്ദമുയർത്തിയ ആളാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു. മതപുരോഹിതന്മാരെ നിങ്ങൾക്കയ്യോ കഷ്ടം, നിങ്ങൾ കാടും കടലും കടന്ന് മതത്തിൽ ആളച്ചേർക്കുകയും ഒടുവിൽ അവരെ നരകത്തിന് യോഗ്യരാക്കുകയും ചെയ്യുന്നുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മതപുരോഹിതന്മാർക്കെതിരെ ശബ്ദമുയർത്തിയ ആളാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തു. അതുകൊണ്ട് ഇത് മതഗ്രന്ഥമല്ല. അതുകൊണ്ടാണ് ഇത് ആർക്കും തൊടാം, ആർക്കും വായിക്കാം. കൃഷ്ണനും തൊടാം, ഗോപാലകൃഷ്ണനും തൊടാം, മമ്മദൂട്ടിക്കും തൊടാം, ജോസഫ് കുട്ടിക്കും തൊടാം. ഇത് തുറക്കുന്നതിനും വായിക്കുന്നതിനും ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇത് മതഗ്രന്ഥമല്ല. അതുകൊണ്ടാണ് ഈ പുസ്തകം കീറുമ്പോൾ ഇവിടെ ഹർത്താലില്ലാത്തത്. ഇവിടുത്തെ ഏതെങ്കിലും ചേട്ടന്മാര് 2 ബൈബിള് കൂട്ടി വഴിയിലിട്ട് കത്തിച്ചാൽ അതിന്റെ പേര് നാളെ ഇവിടെ ഹർത്താൽ ഉണ്ടാകത്തില്ലെന്ന്. ട്രാൻസ്പോർട്ടിന് കല്ലെറിയത്തില്ല, മുണ്ട് മടക്കി കുത്തി തെറി വിളിക്കത്തില്ല,
റോഡിൽ കിടന്ന് അടിയുണ്ടാക്കത്തില്ല. കാരണം ഇത് മതഗ്രന്ഥമല്ല. പ്രൈസ് ദി ലോർഡ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പുസ്തകം ചേർത്ത് പിടിക്കാൻ എന്നെ പ്രേരിപ്പിച്ച രണ്ടാമത്തെ ഘടകം, ഈ പുസ്തകം പൂർണ്ണതയുള്ള ഗ്രന്ഥമാണെന്നുള്ളതാണ്. എന്താണ് പൂർണ്ണതയുള്ളത്? പറയാം. ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഉൽപ്പത്തി എന്ന പുസ്തകത്തിൽ ആരംഭിക്കുന്ന വിശുദ്ധ ബൈബിൾ ഈ ലോകം എങ്ങനെ അവസാനിക്കുമെന്ന് മനോഹരമായി പറഞ്ഞു വന്നിട്ടാണ് എവിടെ അവസാനിക്കുന്ന പറഞ്ഞേ ഉറക്കെ. ആ വെളിപ്പാട്. ചിലർ പറയുന്നത് വെളിപാടെന്ന്. അത് വെളിവില്ലാത്തോണ്ടാണ്. ആ വെളിപാടല്ല ശരി, പിന്നെന്താ? അതുപോലും അറിയാത്ത ആളുകളുണ്ടെന്ന്. റെവലേഷൻ, വെളിപ്പാട്. എന്താ റെവലേഷൻ എന്ന വാക്കിന് അർത്ഥം പറയുന്നതെന്നറിയാമോ? മറഞ്ഞിരിക്കുന്നത് പുറത്തു കൊണ്ടുവരിക, ഗൂഢമായത് വെളിപ്പെടുത്തുക, മറ നീക്കി കാണിച്ചു കൊടുക്കുക തുടങ്ങിയ അർത്ഥങ്ങളാണ്. അങ്ങനെ പത്മോസിന്റെ ഏകാന്തതയിൽ മേലാൽ ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും ദൈവിക ന്യായവിധിയുടെ ചിത്രങ്ങളും കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാനെ മറ നീക്കി തിരശീല നീക്കി കാണിച്ചു കൊടുത്ത പ്രദർശനമാണ് വെളിപ്പാട്. അപ്പൊ ഈ വെളിപാട് തമ്മിലുള്ള വ്യത്യാസം പറയാം. ഈ വെളിപാടുള്ളതാണ്. ചിലർ പറയത്തില്ലേ, ഇനി ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ആന തിരിഞ്ഞു നിൽക്കുന്ന കണ്ടു അല്ലേ? ആന തിരിഞ്ഞു നിൽക്കുന്നു, ഓലമടൽ താഴോട്ട് വീഴുന്നു, ചക്ക പഴുത്തിരിക്കും. ഇതൊക്കെ വെളിപാട്, ഒന്നും വെളിപ്പാടുകളല്ല. വെളിപ്പാട് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും കാര്യങ്ങൾ. തോന്നലൊന്നുമില്ല അവിടെ. ആമേൻ. അപ്പോ വെളിപ്പാട് പുസ്തകത്തിൽ അവസാനിക്കുന്ന ബൈബിൾ പൂർണ്ണതയുള്ള ഗ്രന്ഥമാണ്. ഈ പുസ്തകം തുടങ്ങുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പൊ ഞാനിങ്ങനെ വായിക്കുക ആവേശത്തോടെ. കൊള്ളാം, സംഗതി കൊള്ളാം. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചു, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ദൈവം എന്ന പദമാണ്. എന്താ ദൈവം എന്ന വാക്കിന്റെ അർത്ഥം? ശക്തനായവൻ. ഈ ദൈവം എന്ന് പറയുന്ന പദം ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച സ്രഷ്ടാവിന്റെ പേരല്ല ദൈവം എന്നുള്ളത്. ആണോ? അല്ല. ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മറ്റ് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഉപയോഗിക്കുന്ന ഒരു കോമൺ പദമാണ് എന്ത്? ദൈവം. ദൈവമേന്ന് എല്ലാവരും വിളിക്കുന്ന ഒരു കോമൺ പദം. ദൈവം ഇല്ലെന്ന് പറയുന്നവനും നല്ലൊരു ഇടി വെട്ടിയ ദൈവമേന്ന് വിളിച്ചു പോകുന്ന ഒരു പദമാണ് ദൈവം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം എന്നുള്ളത് പ്രപഞ്ചത്തെ നിർമ്മിച്ച സൃഷ്ടാവിന്റെ പേരല്ല. അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. ഞാനിപ്പോ നടന്നു പോകുമ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, പാസ്റ്റർ എവിടെ പോവുക? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കൊരു കൺവെൻഷൻ ഉണ്ട്, പോവുക. എന്റെ ചോദ്യം എന്റെ പേര് പാസ്റ്റർ എന്നാണോ? പറ. അല്ല. അപ്പൊ എനിക്കൊരു പേരുണ്ട്, ഷമീർ എന്നാണ് എന്റെ പേര്. എന്നാൽ നിങ്ങൾ എന്നെ വിളിച്ചത് എന്താണ്? പാസ്റ്റർ എവിടെ പോകുന്നു എന്നാ ചോദിച്ചത്. അതിന് ഞാൻ മറുപടി പറഞ്ഞില്ലേ? പറഞ്ഞു. എന്താ? എന്റെ ഔദ്യോഗിക പദവിയുടെ പേരാണ് പാസ്റ്റർ. അപ്പോൾ തന്നെ എനിക്കൊരു പേരുണ്ട്, ഷമീർ എന്ന് പറഞ്ഞ പോലെ ദൈവം എന്നുള്ളത് ദൈവത്തിന്റെ പേരല്ല. പടച്ചവൻ, സ്രഷ്ടാവ്, ഈശ്വരൻ, ഭഗവൻ, ദൈവം എന്നൊക്കെ പറയുന്നതൊക്കെ എല്ലാ വിഭാഗക്കാരും ഉപയോഗിക്കുന്ന ഒരു കോമൺ പദമാണ്. അപ്പൊ ഞാൻ പടച്ചവൻ എന്ന് പറഞ്ഞാൽ പടച്ചുണ്ടാക്കിയവൻ എന്നർത്ഥം. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടിതാവ് എന്നർത്ഥം. ഇതൊന്നും ദൈവത്തിന്റെ പേരല്ല. പിന്നെ ആ ദൈവത്തിനൊരു പേരില്ലേ? ഉണ്ട്. എന്താ ആ പേര്? ഇച്ചിരി കഴിഞ്ഞ് പറയാം. തൽക്കാലം ദൈവം എന്നിരിക്കട്ടെ. അപ്പൊ കേൾക്കുന്നവർക്കും സങ്കടമില്ല, നമുക്കും സങ്കടമില്ല. അപ്പൊ ദൈവം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പടച്ചവൻ, സൃഷ്ടാവ്, ഈശ്വരൻ സകലത്തെയും സൃഷ്ടിച്ചു. കൊള്ളാം, നന്നായിട്ടുണ്ട്. അങ്ങനെ വായിച്ചു വന്നപ്പോൾ അവൻ ഇരുളും വെളിച്ചത്തെയും വേർതിരിച്ചു, പകലും രാത്രി എന്ന് പേരിട്ടു. അപ്പൊ നോക്കണം, വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും ദൈവം പേർ വിളിച്ചു. 2023 കമ്പ്യൂട്ടർ യുഗത്തിൽ ഇന്നും വെളിച്ചത്തിന്റെ പേര് പകൽ, ഇരുളിന്റെ പേര് രാത്രി. പേരിട്ടതാരാ? ഈ പുസ്തകത്തിലെ ദൈവം. അപ്പൊ ഒരാൾ പറയാം, ഓ പിന്നെ നിങ്ങളുടെ ദൈവം പേരിട്ടു. അതിന് 6 മാസം മുമ്പേ ഞങ്ങൾ ഇട്ടായിരുന്നു. എന്നാ പിന്നെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കൊണ്ടുവന്നേ. ഞാൻ അമേരിക്കയിൽ പോയി ഫോട്ടോസ്റ്റാറ്റ് ചോദിച്ച ആളാ, കിട്ടിയിട്ടില്ല. ചരിത്രം അംഗീകരിക്കുന്ന, അമ്മൂമ്മ കഥകളല്ലാത്ത, ഐതിഹ്യങ്ങളല്ലാത്ത, പുരാണങ്ങളല്ലാത്ത, ചരിത്രം അംഗീകരിക്കുന്ന ഹിസ്റ്ററിക്കലായ ഒരു ഗ്രന്ഥം ബൈബിളിന് മുമ്പ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആധികാരിക
ആധികാരികമായി പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോസ്റ്റാറ്റും ആരും ഹാജരാക്കിയിട്ടില്ല. പകരം ഈ പുസ്തകം പറഞ്ഞ് ഒരു 600-610 വർഷം കഴിഞ്ഞപ്പോൾ വേറൊരു പുസ്തകം പറഞ്ഞു. അതിനു മുമ്പ് ഈ പുസ്തകം പറഞ്ഞു എന്നുള്ള തിരിച്ചറിവാണ് അത് വിട്ടിട്ട് ഞാൻ ഇതെടുത്തത്. ഇനിയിപ്പോ ഇതിനൊരു 3 മാസം മുമ്പേ പറഞ്ഞിട്ടുള്ളതുണ്ടെങ്കിൽ കൊണ്ടുവരാമെന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ആമേൻ. അപ്പൊ കൊള്ളാം, സംഗതി കൊള്ളാം. ചരാചരങ്ങൾ, ഇടജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി, അങ്ങനെ അടിക്കടിക്കായി സൃഷ്ടിച്ച സൃഷ്ടാവിനെ പുസ്തകത്തിൽ കണ്ടു. മുന്നോട്ട് പോയി. അങ്ങനെ പോയി 2-ാം അധ്യായം 7-ാം വാക്യത്തിലെത്തി. ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി 2-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക്. അവിടെ മനുഷ്യനെ സൃഷ്ടിക്കുന്ന ദൈവത്തെ കണ്ടു. ഒന്ന് വായിച്ചു കൊടുത്ത വേഗം. 2:7. ഇനിയിപ്പോ അങ്ങോട്ട് കൂടെ പടപടാന്ന് നിൽക്കണേ. വായിച്ചു. ഒത്തിരി വാക്യങ്ങൾ ഇനി നമുക്ക് കയറി പോകാനുണ്ട്. മൈക്കിൽ കൂടെ വേണം മോനെ, പുറത്തുള്ളവർ കേൾക്കണോ? യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പൊ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ചിന്ത ദേശക്കാരോട് പറയാം. അതുവരെ ദൈവം സൃഷ്ടിച്ചു, ദൈവം നല്ലതെന്ന് കണ്ടു, ദൈവം ഉണ്ടാക്കി, ദൈവം കൽപ്പിച്ചു എന്ന് ദൈവം 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 എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന പുസ്തകം മനുഷ്യനെ സൃഷ്ടിക്കുന്ന രംഗം വന്നപ്പോൾ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഈശ്വരൻ, പടച്ചവൻ ദൈവം തന്റെ പേര് വെളിപ്പെടുത്തി. യഹോവയായ ദൈവം. ഇന്ന് രാത്രി ദേശക്കാരോട് വിളിച്ചു പറയാം, ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച ഏക സത്യ നിത്യ ദൈവമായ സൃഷ്ടാവിന്റെ നാമം, ആ നാമമത്രേ യാഹുവേ, യഹോവയായ ദൈവം. ഞങ്ങൾ ആരുടെ പേരല്ല ദൈവത്തിന്. ദൈവം സ്വയം വെളിപ്പെടുത്തുക. യഹോവയായ ദൈവം. നാം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യരൂപത്തെ നിർമ്മിച്ചു. ഉലക ചരിത്രത്തിൽ ആദ്യമായി ഒരു മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടത് ഞാൻ കണ്ടു പുസ്തകത്തിൽ. പേര് വേഗം പറ. ആദാം. ആമേൻ. അപ്പൊ ഇത് കേൾക്കുമ്പോ അടുത്തൊരാൾ പറയാം, പിന്നെ നിങ്ങളുടെ ദൈവം ആദ്യമായിട്ട് ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു. ആദാം. അതിന് 3 മാസം മുമ്പേ ഞങ്ങൾ സൃഷ്ടിച്ചായിരുന്നു. ആ ചെറുക്കന്റെ പേരെന്താ? ആമേൻ. ഏത് വിഭാഗത്തിൽപ്പെട്ടവനോടും ആദ്യത്തെ മനുഷ്യരാരാന്ന് ചോദിച്ചാൽ ഇന്നത്തെ തലമുറയും പറയുന്ന 2 പേരേ ഉള്ളൂ, ആദവും ഔവയും. അത് പറഞ്ഞത് ആരാ? ഈ പുസ്തകമാണ്. ഹല്ലേലൂയ. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ പുസ്തകം മനുഷ്യനെ സൃഷ്ടിച്ചു, ആദം. അപ്പൊ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായി ബൈബിൾ മറുപടി തന്നു. പക്ഷേ ബുദ്ധിമാന്മാരുടെ തലയിൽ അത് കയറിയിട്ടില്ല. അതുകൊണ്ട് അവർ നമ്മളെ കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്ന എന്താ? മനുഷ്യൻ എങ്ങനെ ഉണ്ടായതാ കുഞ്ഞെ? എങ്ങനെയാ മക്കളെ? കൊരങ്ങിയെന്നാണ് അല്ലേ? അങ്ങനെയാണെ തിരുവനന്തപുരം മ്യൂസിയത്തിൽ ഇപ്പോഴും കിടപ്പുണ്ടല്ലോ കുറെ കുരങ്ങന്മാർ. ഇവിടെ അടുത്ത് ശാസ്താംകോട്ടയിലും ഉണ്ടല്ലോ കുരങ്ങന്മാർ. എന്താ ആഴ്ച ഓരോ മനുഷ്യൻ വരാത്ത? ഒരാഴ്ച നാരായണൻകുട്ടി, പിറ്റത്തെ ആഴ്ച മുഹമ്മദ് കുട്ടി, അടുത്ത ആഴ്ച തോമസ് കുട്ടി. പോരട്ടെന്ന് രസമല്ലേ? പാലൊക്കെ മുറിഞ്ഞ് വരട്ടെ. വരുന്നില്ലല്ലോ. ആമേൻ. ഇതൊക്കെ പറഞ്ഞു കൊടുത്താലും ചില ആളുകൾക്ക് തലേ കറത്ത്. നിങ്ങൾ എന്തോ പറഞ്ഞാലും ശരി, മനുഷ്യൻ കൊരങ്ങിന്ന അങ്ങനെ പറയുന്നവരോട് തർക്കിക്കാനൊന്നും നിൽക്കരുത്. കൈ കൂപ്പിക്കൊണ്ട് പറയണം, ശരി ചേട്ടാ, സമ്മതിച്ചു, ചേട്ടന്റെ വല്യപ്പച്ചൻ കൊരങ്ങൻ, ഞങ്ങളത് അങ്ങനെയല്ല. ഇനിയിപ്പോ വഴക്കിടാനൊന്നും പോയേക്കരുത്. നിന്റെ വല്യപ്പൻ കൊരങ്ങൻ, ഞങ്ങളുടെ മുത്തച്ഛൻ കൊരങ്ങനാന്ന് പറയാൻ ഇച്ചിരി മനസ്സിന് വിഷമമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പറയില്ല. ചേട്ടന്റെ വല്യപ്പൻ കൊരങ്ങൻ, ഞങ്ങളുടെ അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് അവിടുന്ന് സ്ഥലം വിട്ടോണം. വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്. എന്നാൽ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുകയാണ്, കൊരങ്ങിൽ നിന്നല്ല, പുഴുവിൽ നിന്നല്ല, പിന്നെയോ ദൈവത്തിന്റെ കരാങ്കുലികളാൽ നിലത്തെ മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ട സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായവൻ മനുഷ്യൻ. ജാതി, മത, വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഒരു മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ പേര് ആദാം. അത് കഴിഞ്ഞപ്പോൾ തമ്പുരാൻ ഇങ്ങനെ പറഞ്ഞു, മനുഷ്യൻ ഏകനായി ജീവിക്കുന്നത്, മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് നല്ലതല്ലെന്ന് പറഞ്ഞത് ഞങ്ങളാരും അല്ല. പ്രപഞ്ചത്തെ നിർമ്മിച്ച സർവശക്തൻ പറഞ്ഞു ഒറ്റയ്ക്ക് ജീവിക്കുന്നത് നല്ലതല്ല, പ്രശ്നമാണെന്ന് പറഞ്ഞു. പക്ഷേ ദൈവത്തിന്റെ തലയെ ചവിട്ടി ഇപ്പോഴും ചില ആളുകൾ പറയുന്നത് അങ്ങനല്ല, കെട്ടാൻ പാടില്ല. അപ്പൊ അവര് ദൈവത്തെ കൂടെ ഉണ്ടാക്കിയ പുള്ളികളായിരിക്കും അങ്ങനെ പറയാം. പോട്ടെ, നമുക്കത് നമ്മുടെ മാത്രമല്ല, നമ്മുടെ വിഷയത്തിലോട്ട് വരാം. മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് നല്ലതല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവന് തക്ക തുണ ഉണ്ടാക്കി കൊടുക്കുവാൻ
ജീവിക്കുവാൻ അവന്റെ വാരിയിൽ നിന്ന് അതിനെ എടുത്ത് മറ്റേ മാംസം വെച്ച് പിടിപ്പിച്ച് അവന് തുണയായി നൽകിക്കൊണ്ട് ഉലക ചരിത്രത്തിൽ ആദ്യമായി വിവാഹമെന്ന പവിത്രമായ ബന്ധം സ്ഥാപിച്ചു. പടച്ചവൻ, സൃഷ്ടാവ്, ഈശ്വരൻ, ദൈവം. ആദ്യത്തെ കല്യാണം. ചെറുക്കന്റെ പേര് വേഗം പറ. ആദാം. പെണ്ണിന്റെ പേര് ഹവ്വ. കല്യാണം നടത്തിയ ഓഡിറ്റോറിയം ഏദൻ. നടത്തിയ ഉപദേശി യഹോവയായ ദൈവം. അപ്പൊ അത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു സംശയം കൂടെ, എങ്ങനെ ഈ കല്യാണം നടന്നു? എങ്ങനെ കെട്ടിയേ പറയാം. ഈ ആദാം എന്ന് പറയുന്ന ചെറുക്കൻ അടുത്തു നിന്ന് ഒരു കാട്ടുമരത്തിന്റെ വള്ളി ഡിങ്കനെ പോലെ പറന്നു പോയി പൊട്ടിച്ച് എവിടെ കഴുത്തേലോട്ടിട്ട് ഒറ്റ മുറുക്ക്. ഇത് കണ്ട ദൈവം അപ്പുറത്തോട്ട് മാറി ഇന്ന് കൂന്നഞ്ചാറ്. അങ്ങനെ വല്ലതും മുറുക്കിയോ പറ? അങ്ങനെ വല്ലതും മുറുക്കിയോ? പറവാതൊന്ന് പറ. ഇല്ല, അങ്ങനെ ഒന്നും മുറുക്കിയില്ല. അതാ പെന്തക്കോസുകാർ മുറുക്കാത്ത. നീ ആരും ഇതും ചോദിച്ചോണ്ട് വന്നേക്കരുത് അല്ലേ? അതുകൊണ്ടാ പെന്തക്കോസുകാരെ മുറുക്കാത്ത. വിഷയമൊന്നുമില്ല. പിന്നെ ആരാണ് ഈ മുറുക്കൊക്കെ കണ്ടുപിടിച്ചത്? അത് ഈ മനുഷ്യൻ കണ്ടുപിടിച്ച പണിയാ മുറുക്ക്. എന്തിനാ? അവന് തോന്നുമ്പോ ഇത് പൊട്ടിച്ചിട്ട് അടുത്ത മുറുക്കാൻ. ഇത് പൊട്ടിച്ച ബന്ധം തീർന്നു പെണ്ണുങ്ങളെ ധരിപ്പിച്ചു വെച്ചേക്കല്ലേ? അല്ലെങ്കിൽ ചത്താലും ഇത് വിട്ടുപോകൂ. എത്ര പേര് പ്രാർത്ഥിക്കുക എങ്ങനെ ഇതൊന്ന് പോകുന്നതെന്ന്. പക്ഷേ അയ്യോ, എല്ലാവരും ഒഴിവാക്കാൻ വേണ്ടി നടക്കത്തില്ല. എന്തുകൊണ്ടാ? ദൈവം ഏതെങ്കിലും ഒരു മെറ്റീരിയൽസ് കൊണ്ട് യോജിപ്പിച്ചിരുന്നെങ്കിൽ അവന് നിസാരമായി അത് എടുത്തു കളഞ്ഞിട്ട് ഇനി എനിക്ക് നിന്നെ വേണ്ടാന്ന് പറയാമായിരുന്നു. പക്ഷെ തമ്പുരാൻ അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തില്ല. പകരം ദൈവം സാക്ഷിയായി ഉടമ്പടി ചെയ്തു. കല്യാണമല്ലെന്ന് എനിക്കറിയാം, എന്നാലും ഇരിക്കട്ടെ, കല്യാണം കഴിച്ചവരാണല്ലോ. പുറത്തുള്ള കുടുംബങ്ങളും കേൾക്കുന്നുണ്ടല്ലോ. കുടുംബജീവിതത്തിന്റെ ഗൗരവം ഒന്ന് തിരിച്ചറിയട്ടെ. കേവലം ഒരു ചരട് കെട്ടി പൊട്ടിച്ചു കളഞ്ഞാൽ എനിക്ക് നിന്നെ വേണ്ടാന്ന് പറയുന്നതല്ല സർവശക്തൻ സ്ഥാപിച്ച വിവാഹം. പകരം ഒരു ഉടമ്പടി. ഇത് എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, ഇത് എന്റെ മാംസത്തിൽ നിന്ന് മാംസം. ആ ഉടമ്പടിക്കകത്ത് ഒളിച്ചിരിക്കുന്ന രഹസ്യം. അസ്ഥിക്ക് മാംസം കൂടാതെ, മാംസത്തിന് അസ്ഥി കൂടാതെ ജീവിതമില്ല. ഉണ്ടോ? ഉണ്ടോ കുഞ്ഞെ? ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ശരീരത്തിൽ അസ്ഥി ഉണ്ട്, മാംസം ഇല്ലെന്നിരിക്കട്ടെ. പിള്ളേരെന്നെ പൊക്കിയെടുത്ത് ലാബിൽ കൊണ്ട് തൂക്കിയെടുത്തില്ലേ പഠിക്കാൻ? ഇനിയിപ്പം മാംസമുണ്ട്, അസ്ഥി ഇല്ലെന്നിരിക്കട്ടെ. എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുവോ? ആണ് മൈതാമാവ് കുഴച്ചിട്ടിരിക്കുന്ന പോലെ അവിടെ കിടക്കും. അപ്പൊ അസ്ഥിയും മാംസം ഉണ്ടെങ്കിലല്ലേ ഞാനിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുള്ളൂ. ശരിയല്ലേ? അതെ. എന്നാൽ ഒരു കാര്യം പറയട്ടെ, എന്റെ അസ്ഥിയും എന്റെ മാംസവും തമ്മിൽ വേർപെടുന്ന ഒരു ദിവസമില്ലേ? ഇല്ലേ? ഉണ്ട്. എന്നാണത്? പറ, ധൈര്യമായിട്ട് പറ. പാസ്റ്റർ പെട്ടി കയറുന്ന സമയം. അതിനാ നിങ്ങളാരും കയറത്തില്ലേ? എല്ലാവരുടെയും പെട്ടി ഇവിടെ കരിപ്പിഴ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പെട്ടി ഇവിടെ ഇരിപ്പുണ്ട് അല്ലേ? എല്ലാവരുടെയും പെട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അളവ് വ്യത്യാസം ഉണ്ടെന്നൊക്കെ ഉള്ളൂ, അതൊക്കെ ശരിയാവും. ഒരു ദിവസം അതിൻ്റെ അകത്ത് കയറുകയും ചെയ്യും. പലരുടെ ഇരിപ്പ് കണ്ടാൽ തോന്നും ഞാൻ ഈ പെട്ടിയില് ചുമ്മാതാ. എല്ലാവർക്കും ഉള്ള പെട്ടി ഇവിടെ ഉണ്ട്. ആ ബോധ്യത്തോടെ ഓരോ ദിവസം രാവിലെ എഴുന്നേറ്റാൽ സമാധാനത്തോടെ ജീവിക്കാം. എന്റെ പെട്ടിയിൽ ഇന്ന് ഞാൻ കയറല്ലേ എന്ന് പറഞ്ഞ് എഴുന്നേറ്റാൽ ജീവിക്കാം. അല്ല ഞാനാ ഇവിടെ എല്ലാം, ഞാൻ വിചാരിച്ചാൽ ഇവിടെ പലതും നടക്കുമെന്നൊക്കെ വിചാരിച്ചവരൊക്കെ പെട്ടി കയറി. അതുകൊണ്ട് അങ്ങനെ ഒന്നും വിചാരിക്കാതെ ജീവിച്ചാൽ നല്ലത്. പോട്ടെ. അപ്പോ അസ്ഥിക്ക് മാംസം കൂടാതെയോ മാംസത്തിന് അസ്ഥി കൂടാതെയോ ജീവിതമില്ല. ഇത് തമ്മിൽ വേർപെടുന്നത് എപ്പോഴാ? മരിച്ചു പെട്ടിക്കകത്ത് വെക്കുമ്പോൾ അസ്ഥിയും മാംസവും വേർപെട്ട് മണ്ണിൽ അലിഞ്ഞു ചേരുന്ന പോലെ മരണത്താൽ അല്ലാതെ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കാൻ കഴിയാത്ത പവിത്രമായ ബന്ധമാണ് സ്വർഗത്തിലെ ദൈവം സൃഷ്ടാവ് സ്ഥാപിച്ച വിവാഹം. അല്ലാതെ നാട്ടിലെ പെണ്ണുങ്ങൾ പറയുന്ന പോലെ അടിച്ച് കളയടി അവനെ, അവനല്ലെങ്കിൽ വേറൊരുത്തൻ. ഇങ്ങനൊക്കെയാ പറച്ചില്. അങ്ങനൊന്നും അടിച്ചു കളയാൻ പറ്റുന്നതല്ല ദൈവം നൽകി തന്ന കുടുംബജീവിതം എന്ന് പറയുന്നത്. അതിന്റെ ഗൗരവം തിരിച്ചറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഞാൻ തിരിച്ചു വരാം. അങ്ങനെ സന്തോഷത്തോടെ ആദമും സ്വട്ടാവായ ഏക സത്യ നിത്യ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മനോഹരമായ ചിത്രം ഞാൻ ഉൽപ്പത്തിയിൽ കണ്ടു. ഒരു പ്രശ്നവുമില്ല, വർഗീയതയില്ല, പ്രശ്നങ്ങളില്ല, മനുഷ്യർ തമ്മിൽ തിന്മയുള്ളതായ യാതൊരു വിഷയങ്ങളില്ല. കാര്യം എന്താ? ആകെക്കൂടെ രണ്ട് മനുഷ്യൻ, ആദാം ഹവ്വ. ആകെക്കൂടെ ഒരു ദൈവം, യഹോവയായ ദൈവം. വേറൊരു പ്രശ്നവുമില്ല. മനുഷ്യർ തമ്മിൽ അടിയില്ല, കാരണം വേറെ മനുഷ്യരില്ല. ദൈവങ്ങൾ തമ്മിലും അടിയില്ല, കാരണം വേറെ ഇല്ല. ഒന്നേ ഉള്ളൂ, യഹോവയായ ദൈവം. അതുകൊണ്ടാ പണ്ടൊക്കെ ഞങ്ങളുടെ കൺവെൻഷൻ വേദികളിൽ പാടിയത് ഏക സത്യ ദൈവമേയുള്ളൂ,
ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ. കണ്ട കല്ലുമരങ്ങളും കൊണ്ടു പല രൂപം തീർത്തു, കൊണ്ടുവച്ചടത്തിരിക്കും തുണ്ടമല്ല സത്യ ദൈവം. ഏക സത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ. അതാണ് ഞങ്ങള് പിതാക്കന്മാരൊക്കെ വേദികളിൽ പാടിയത്. ഇപ്പൊ അതൊക്കെ പോയിട്ട് ഇപ്പൊ എന്താ പാടുന്നത്? ഇപ്പൊ എന്തൊക്കെയാ പാടുന്നില്ലേ? എന്തൊരു പറയാനാ, എന്തൊരു ഇപ്പൊ ചെയ്യാനാ. പണ്ടേ ഞാനൊരു നെല്ലിപ്പൊടി ഇങ്ങനെ കുറെ വാട്ടന്മാരിറങ്ങി എന്ത് പറയാനാ. സുവിശേഷവും ഒക്കെ എങ്ങോട്ടോ പോയി പോട്ടെ. ഇവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പാസ്റ്റർ നിലവിട്ട് വേറെ ഒന്നോട്ട് മാറില്ലേന്ന്. എന്നെ വിളിക്കുമ്പോഴേ അവിടെ പ്രാർത്ഥന അതാ. ഞാൻ അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല. അപ്പൊ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. സൃഷ്ടാവിനെ ആരാധിക്കുന്ന ആദമവ എന്ന് പറയുന്ന മനോഹരമായ അനുഭവത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഗൗരവമായ ഒരു വിഷയം സംഭവിച്ചു. അതാണ് ദേശം അറിയേണ്ടുന്ന യാഥാർത്ഥ്യം. സൃഷ്ടാവായ ദൈവത്തിങ്കിൽ നിന്നും സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ ഇടയ്ക്ക് രംഗപ്രവേശനം ചെയ്തവൻ ഇരുട്ടിന്റെ ആത്മാവ്. ഈ യാഥാർത്ഥ്യമാണ് ജനം അറിയേണ്ടത്. എന്ത്? ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ അതുപോലെ വിശ്വസിക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം ഇരുട്ടിന്റെ ആത്മാവ്. പിശാച്, പിശാച്, ശൈത്താൻ, ഇബ്ലീസ്, സാത്താൻ എന്നൊക്കെ പലരും പല പേരുകളിൽ അറിയപ്പെടുന്നവൻ. ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ അതുപോലെ അംഗീകരിക്കേണ്ട സത്യം. എന്തുകൊണ്ട്? 10 മാസം വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച പെറ്റതള്ളയുടെ കഴുത്തെറുക്കാൻ ഒരു മകനെ പ്രേരിപ്പിക്കുന്നത് ഈശ്വരന്റെ ആത്മാവാണോ? ദിനംപ്രതി തോളിൽ കൈയിട്ടുകൊണ്ട് സഞ്ചരിക്കുന്ന കൂട്ടുകാരന്റെ കയ്യും കാലും വെട്ടി എറിയുവാൻ കൂട്ടുകാരനെ പ്രേരിപ്പിക്കുന്നത് ഈശ്വരന്റെ ആത്മാവാണോ? കാമുകനോടൊപ്പം ജീവിക്കാൻ 10 മാസം വയറ്റിൽ ചുമന്ന ചോരക്കുഞ്ഞിനെ തീരദേശത്തിന്റെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊല്ലുന്നത് ഈശ്വരന്റെ ആത്മാവിനാണോ? അല്ല. അതുകൊണ്ടാ വേദപുസ്തകം പറയുന്നത് മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്നവൻ ഇരുട്ടിന്റെ ആത്മാവ്. ഈ പെന്തിക്കോസുകാരി പിശാച്, പിശാച് ബന്ധനം എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് ചിരി, അവർക്ക് തമാശയാണ് പിശാച് എന്നൊക്കെ. കാരണം എന്താ? പലരും വിചാരിച്ചിരിക്കുന്നത് ഈ പിശാച് എന്ന് പറഞ്ഞാൽ വെള്ള സാരിയും വെള്ള ബ്ലൗസും കൊടുത്ത് ചട്ടി പുകയും പുകച്ച് പാട്ടും പാടി ഇങ്ങനെ എന്ന് പറഞ്ഞു വരുമെന്നാണ്. ഇതൊക്കെ പണ്ട് സീരിയലുകാർ കാശുണ്ടാക്കാൻ ഉണ്ടാക്കി വെച്ച പരിപാടിയാണ്. അല്ലാതെ മരിച്ച ആരുടെ ആത്മാക്കൾ യൂണിഫോം ഇട്ടൊന്നും വരത്തില്ല. ചുവന്ന ചുരിദാറിട്ടുകൊണ്ട് തൂങ്ങിച്ചത്ത പെണ്ണ് ചത്തു കഴിഞ്ഞപ്പോൾ ദൈവം തുണിക്കച്ചവടം നടത്തുമല്ലേ, വരുന്നവർക്കെല്ലാം വെള്ളം കൊടുക്കും. വട്ടത്തരങ്ങൾ. ഇതൊക്കെ സീരിയലുകാർ കാശുണ്ടാക്കാൻ ഉണ്ടാക്കി വെച്ച പരിപാടി. അതിനേക്കാൾ വലിയൊരു പരിപാടി കേട്ടോണം. പ്രേതം ഇങ്ങനെ പുകയും പുകച്ച് പാട്ടും പാടി സാരിയും വീശി വരുന്നു. അച്ഛൻ കുരിശെടുത്ത് കാണിക്കുന്നു. പിശാച് ഉടനെ അലറിക്കൊണ്ട് ഓടുന്നു. ഇത് കണ്ടപ്പോൾ ചില പൊട്ടന്മാര് വിചാരിച്ചു കുരിശ് കാണുമ്പോൾ പിശാചിന് പേടിയാണ് പോലും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കുരിശിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ, അപ്പറ സെമിത്തേരി. മരത്തടിയുടെ കുരിശ്, ഗ്രാനൈറ്റിന്റെ കുരിശ്, മാർബിളിന്റെ കുരിശ്, സിമന്റിന്റെ കുരിശ്, എത്ര കുരിശ് അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ പിശാചിന്റെ പൊടി പോലും അവിടെ കാണുകയും ചെയ്യരുത്. ദൈവ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന സ്ഥലവും വേറെ ഇല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചാലോ പോവോ? 10 മണി കഴിഞ്ഞാൽ രക്തം ചെയ്യും പറഞ്ഞുകൊണ്ട് പോലും ആ വഴി പോവാത്ത പുള്ളികളാണ്. എന്നിട്ടാണ് ഇത്തിപ്പോന്ന കുരുതി കഴുത്തിട്ടുകൊണ്ട് പിശാച് എന്തൊരു പൊട്ടത്തരമാണ്. ആമേ. അപ്പൊ ഇതൊക്കെ സീരിയലുകാർ കാശുണ്ടാക്കാൻ ഉണ്ടാക്കി വെച്ച പരിപാടി. അതിന്റെ അപ്പുറത്ത് ഇതിന് വലിയ കാര്യമൊന്നുമില്ല. മരിച്ച ആരുടെ ആത്മാക്കൾ കറങ്ങി നടക്കത്തില്ല. അപ്പൊ പിന്നെ ചില ആളുകൾ പറയും, നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞോ, പക്ഷെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട. എന്താ കണ്ടേ? അതാണ് അപ്പുറത്ത് തൂങ്ങിച്ചത്ത സുമതിയുടെ പ്രേതം അപ്പുറത്തെ രമണിയിൽ വരുന്നത് ഞാൻ കണ്ടോ? സുമതി സംസാരിക്കുന്ന പോലെ തന്നെ രമണി സംസാരിച്ചു, ഞാൻ കേട്ടോ. അതുള്ളതാന്ന്. പക്ഷെ അതിന്റെയൊക്കെ പിന്നിൽ ആരാ? അതാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മരിച്ച ആരുടെ ആത്മാക്കൾ കയറി വരത്തില്ല. പിന്നെ ആരാ? ഇതിന്റെയൊക്കെ പിന്നിൽ വ്യാപരിക്കുന്നവനാണ് ഞങ്ങൾ പറയുന്ന ഈ പിശാച് എന്ന് പറയുന്നവൻ, ഇരുട്ടിന്റെ ആത്മാവ്. ഇനി അത് മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണം പറയാം. ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന ഷമീർ അബ്ദുൽ സലാം എന്ന് പറയുന്ന എന്റെ പ്രസംഗം നിങ്ങൾ കേൾക്കുന്ന പോലെ ഈ ലോകത്തിന്റെ അന്ധകാര ശക്തി പിശാച് അവൻ കാണുന്നു, കേൾക്കുന്നു. എന്റെ പ്രസംഗം, എന്റെ സ്റ്റൈല്, എന്റെ ആക്ഷൻ, എന്റെ ശൈലി ഇതെല്ലാം അവനും കാണുന്നു. നാളെ ഞാൻ അങ്ങ് തട്ടിപ്പോയെന്നിരിക്കട്ടെ, തട്ടത്തിൽ നിന്നും പറയാൻ പറ്റത്തില്ല, തേങ്ങ വീണാലും ചാകും. അപ്പൊ തട്ടിപ്പോയെന്നിരിക്കട്ടെ, എന്നെ കൊണ്ടുപോയി കുഴിച്ചിട്ടു, വിഷയം കഴിഞ്ഞു. ഞാൻ യേശു ഉള്ളവനായതുകൊണ്ട് എന്റെ ആത്മാവ് പർദീസയിൽ പോയി വിശ്രമിക്കുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അല്ലാതെ അവിടെ നിന്ന് പിന്നെ യൂണിഫോം ഇട്ട് ഇറങ്ങുന്നില്ല, വിശ്രമിക്കുന്നു. യേശു ഇല്ലാത്തവനാണെങ്കിൽ പാതാളം അഥവാ യാതനാസ്ഥലം, ഇത് രണ്ടും ഞാൻ സമയം ഉണ്ടെങ്കിൽ വായിച്ച് കേൾപ്പിക്കാൻ കഴിഞ്ഞു. അവിടെയൊക്കെ പോകണമെന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ ശ്രദ്ധിച്ചോ,
അപ്പം ഇത് രണ്ടിനപ്പുറത്ത് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ബൈബിളിൽ ഇല്ല. പക്ഷേ നാളെ ഇവിടെ ദൈവഭയമില്ലാതെ കള്ളു കുടിച്ചോ ദൈവത്തിന് ഇഷ്ടമില്ലാതെ പാപത്തിന്റെ വഴിയിൽ ജീവിക്കുന്ന ഏത് ശരീരത്തിലും ആർക്ക് ആക്സസ് ഉണ്ട്? പിശാചിന് ആക്സസ് ഉണ്ട്. ആ പിശാച് ഒരുവന്റെ ശരീരത്തിൽ പ്രവേശിച്ച് എന്റെ ആക്ഷനും എന്റെ സ്റ്റൈലും എന്റെ ശൈലിയും കാണിച്ചിട്ട് പറയുകയാണ്, ഞാൻ ഷമീർ കൊല്ലം വായിക്കാം ഉൽപ്പത്തി പുസ്തകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് കണ്ടവരെല്ലാം നോക്കിയിട്ട് പറയും, അയ്യോ തന്നെ ഇന്നലെ സ്റ്റേജിൽ ഇതുപോലെ തന്നെ ആയിരുന്നു, കണ്ണൊക്കെ വരുന്നുണ്ടോ, കൈയൊക്കെ കണ്ടോ. അപ്പൊ കാട്ടുതീ പോലെ വാർത്ത പടർന്നു, ഷമീർ പാസ്റ്റർ പ്രേതം വേണ്ട ചാക്കോച്ചനി വന്നിരിക്കും. ഇതാ ഇവിടെ നടക്കുന്ന വിഷയം. ഇതിന്റെയൊക്കെ പിന്നിൽ ആരാ? പിശാച് എന്ന് പറയുന്നത്. അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. മനസ്സിലാവും. അതുകൊണ്ടാണ് ഞങ്ങൾ ഉപദേശിമാര് പറയുന്നത്, 10 പേര് തൂങ്ങിച്ചത്ത വീടുണ്ട്, ആർക്കും വേണ്ട, ഇങ്ങോട്ട് ഞങ്ങൾ താമസിച്ച് പ്രാർത്ഥന നടത്തി കാണിച്ചു തരാം. 10 പ്രേതങ്ങൾ വരുന്നുണ്ടെ ഒരു പ്രശ്നവുമില്ല. 2 കല്ലറയുള്ള വീട് ആരും എടുക്കുന്നുണ്ട്. 10 കല്ലറ ഉണ്ടെങ്കിൽ ചുളു വിലക്ക് കിട്ടിയാൽ ഞങ്ങൾ അടിച്ചെടുക്കും. പ്രാർത്ഥന നടത്തി കാണിച്ചു തരാം, ഒരു പ്രശ്നവുമില്ലെന്ന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ യാഥാർത്ഥ്യം മനസ്സിലാകാത്തതുകൊണ്ടാണ് ഈ മരിച്ചവരുടെ ആത്മാക്കൾ ഈ ഹരി പത്തനാപുരം എന്ന് പറയുന്ന ഒരു ജ്യോതിഷനുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായാണ്. കാരണം അയാൾ വളരെ സത്യസന്ധമായി ഈ ജ്യോതിഷമൊക്കെ പറയുന്ന ഒരു ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഒരു മനുഷ്യനാണ്. അയാൾ കള്ളം പറഞ്ഞാൽ ആരും പറ്റിക്കാത്തൊരു മനുഷ്യനാണ്. അതുകൊണ്ട് എനിക്ക് പുള്ളിയോട് വലിയൊരു താല്പര്യമൊക്കെ ഉണ്ട്. നല്ലത് ആര് പറഞ്ഞാലും കേൾക്കണമല്ലോ. അതുകൊണ്ട് അപ്പൊ ആ പുള്ളിയോട് ഒരിക്കൽ ഫോൺ വിളിച്ചിട്ട് ഒരു പെങ്കൊച്ചിങ്ങനെ ചോദിച്ചു, എന്റെ കല്യാണം എല്ലാം മുടങ്ങുക. അപ്പൊ ഞങ്ങൾ പലയിടത്തും പോയി ഇങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ മരിച്ചുപോയ മുത്തച്ഛന്റെ ആത്മാവാണ് ഇത് മുടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പൊ ഈ ഹരി പത്തനാപുരം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹം നല്ലൊരു മനുഷ്യൻ, അദ്ദേഹം പറയാണ്, ജീവിച്ചിരുന്നപ്പോ ഈ മുത്തച്ഛന് മോളോട് എങ്ങനായിരുന്നു എന്ന് ചോദിച്ചു. അയ്യോ എന്നെ ജീവനായിരുന്നു, പിന്നെ ചത്ത് കഴിഞ്ഞപ്പോ വന്ന് കല്യാണം മുടക്കാൻ വേണ്ടി മുത്തച്ഛനിട്ട് മോൾ എന്നാ ചെയ്തതെന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു, ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. എന്നാ പിന്നെ നീ ധൈര്യമായിട്ട് കല്യാണം ആലോചിച്ചാൽ നടത്തുന്നത് പറഞ്ഞു. മുത്തച്ഛനൊന്നും ഒരു പ്രശ്നമില്ല, നിന്റെ കല്യാണം നടന്നു കാണാനേ മുത്തച്ഛന് താല്പര്യമുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ ആ കൊച്ചിനെ ആശ്വസിപ്പിച്ചു വിടുന്ന ഞാൻ കേട്ടു. എന്ന് പറഞ്ഞ പോലെ പലരുടെയും മനസ്സിലൊരു തെറ്റിദ്ധാരണയാണ് ഈ മരിച്ചവരുടെ ആത്മാക്കളൊക്കെ ഇങ്ങനെ. അപ്പൊ ഇത് മനസ്സിന്റെ അകത്ത് കയറി ഇരുന്നിട്ട് രാത്രി ഒരു ശബ്ദം കേട്ട് ടോർച്ചടി നോക്കുമ്പോൾ വാഴയോട് ചോദിക്കും, ആരാടാ നീ ചോദിക്കും എന്ന് പറയുന്നത് പറഞ്ഞാൽ വാഴ ഒരാളായിട്ട് തോന്നും. ഇതൊക്കെ മനുഷ്യന്റെ ഉള്ളിൽ, ഇത് സയൻസും കൂടിയാ. പോട്ടെ, ഞാൻ വിഷയത്തിൽ നിന്ന് മാറുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, ഇരുട്ടിന്റെ ആത്മാവെന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യം. പിശാച്. ഇനി പിശാച് എന്ന് പറഞ്ഞാൽ ഒരു മാനുഷിക ശരീരമുള്ളവനല്ല. രാവിലെ വന്ന് കോളിംഗ് ബെൽ അടിച്ച് ഗുഡ് മോർണിംഗ് ഞാനാണ് പിശാച് എന്ന് ഇവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിക്കുന്ന ആളല്ല. പിന്നെന്താ? ഒരാത്മാവ്, ദുരാത്മാവ്, അശുദ്ധാത്മാവ്, ഇരുട്ടിന്റെ, ഇങ്ങനെയൊക്കെ എഴുതിയേക്കുന്നത്. എല്ലായിടത്തും ആത്മാവ് ചേർത്താണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ അവൻ എന്നും പ്രവർത്തിക്കാൻ എന്ത് വേണം? ഏതെങ്കിലും ഒരു ശരീരം വേണം. അത് മനുഷ്യന്റെ ആയാലും പുള്ളിക്ക് വണക്കമില്ല, മൃഗമായാലും വണക്കമില്ല. അതിന് ബൈബിളിൽ തെളിവുണ്ടോ? ഉണ്ട്. ഗദരദേശത്ത് മനുഷ്യനിൽ ചാടി അങ്ങോട്ട് കയറി പന്നിയിലുണ്ട്. അപ്പൊ മൃഗത്തിലും പുള്ളി കയറും. ഉൽപ്പത്തി പുസ്തകത്തിൽ ഏത് ജന്തുവിൽ കയറി? പാമ്പിൽ കയറി. ഇനി മനുഷ്യൻ, ലഗ്യോൻ ബാധിച്ചവൻ മനുഷ്യൻ, അവന്റെ മേലും കയറി, അല്ലെ? അപ്പൊ മനുഷ്യനായാലും മൃഗമായാലും ഇവനൊരു ശരീരം വേണം. അതുകൊണ്ടാണ് ഏതെങ്കിലുമൊക്കെ ശരീരത്തിൽ കയറി ഇങ്ങനെ പ്രേതങ്ങളാന്ന് പറഞ്ഞ ആളുകളെ പേടിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയുള്ള പിശാചി ചില ശരീരത്തിൽ കയറുമ്പോഴാണ് അവർക്ക് ഈ വചനം കേൾക്കുമ്പോഴത്തേക്ക് പല്ലൊക്കെ ഇളിച്ച് കണ്ണൊക്കെ തള്ളി ഇങ്ങനെ നോക്കത്തില്ല, എന്നെ ഇപ്പൊ കൊല്ലോടാണ്. അവരുടെ കുഴപ്പമല്ലെന്ന് അതിന്റെ അകത്ത് മറ്റവൻ കയറുമ്പോഴാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ നോക്കി പിണങ്ങരുത്. അവന് പ്രാർത്ഥിക്കണം, ഇവന്റെ അകത്തിരിക്കുന്ന ഭൂതം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാതെ നമ്മുടെ അയലത്ത് വീട്ടിലെ ചെറുപ്പക്കാരോട് നമുക്ക് എന്ത് പിണക്കം? അങ്ങനെയൊന്നും പിണങ്ങരുത്, നമ്മുടെ സഹോദരനല്ലേ. പിന്നെ ഭൂതങ്ങളുണ്ട്. അതിപ്പോ നമ്മൾ കൺവെൻഷൻ നോട്ടീസ് ഇങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ പട്ടിയും പൂച്ച ആടും ആടും ഒക്കെ മിണ്ടാതെ പോകും. ചില എരുമ പോകുമ്പോൾ എരുമ കടിച്ചങ്ങ് കീറും, ചില എരുമകൾ അങ്ങനെ കീറും. അപ്പൊ ആ എരുമയോട് ചെന്നിട്ട് എരുമ എന്തിനാ ഇത് കീറിയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ? ഇതിന്റെ അകത്ത് മറ്റവൻ കീറുന്നതാണ്, അല്ലേ? അപ്പൊ അതുകൊണ്ട് പിശാച് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇരുട്ടിന്റെ ആത്മാവ് എന്ന് പറയുന്ന പോലെ ഇരുട്ടിന്റെ ഒരു ശരീരമാണ്. ഇതുപോലെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഏദൻ തോട്ടത്തിൽ ഇരിക്കുന്ന ആദം ഹവ്വ ദമ്പതികളെ സൃഷ്ടാവിങ്കൽ നിന്ന് അകറ്റുവാൻ ഇവൻ തെരഞ്ഞെടുത്തൊരു ശരീരമാണ് ദൈവം സൃഷ്ടിച്ച സകല കാട്ടുജന്തുക്കളിലും പാമ്പ് കൗശലക്കാരനെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ സൃഷ്ടിച്ചതാരാ? ദൈവം സൃഷ്ടിച്ച കാട്ടുജന്തുവാണ് പാമ്പ്. പക്ഷെ അതിന് കൗശലം, ഈ കൗശലം കൊടുത്തതാരാ? ദൈവമാണ്, വിശാലല്ല. പക്ഷെ ഈ കൗശലം, ദൈവം കൊടുത്ത കഴിവ്, ദൈവം കൊടുത്ത ടാലന്റ് ഇവൻ ആർക്കു വേണ്ടി ഉപയോഗിച്ചു? അവിടെയാണ് പ്രശ്നം. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ ദൈവം നല്ല കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് അത് തന്ന ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത്. പാടാൻ കഴിവ് കൊടുത്തു, അത് തന്ന ദൈവത്തിന് വേണ്ടി പാടുമ്പോൾ ദൈവം സന്തോഷിക്കുക. അല്ലാതെ
സ്റ്റാർ സിംഗറിൽ പോയി ഫ്ലാറ്റ് മേടിക്കണമെന്ന് പറഞ്ഞു. കണ്ടതിനും കേട്ടതിനും പാടി നടക്കുന്നത്. എന്തെല്ലാം അലുക്കുലുത്ത് പാടിയാലും അവൻ ഫ്ലാറ്റ് മേടിച്ചു. പിന്നെ പ്രസാദവാസമൊക്കെ ആവുക. പിന്നെ അവൻ ഇവിടെ വന്ന് ആത്മാവിന്റെ തീ കത്തട്ടെ. കഴിഞ്ഞ ആഴ്ച വരെ അപ്പുറത്ത് പോയിട്ട് മറ്റത് പാടിക്കൊണ്ടിരുന്നവനെ. അപ്പൊ ഇവരൊന്നും വേണ്ട, ഇവരൊന്നും പാടി ആത്മാവ് ഇറങ്ങത്തില്ല. അത് നിങ്ങളെ പറഞ്ഞാൽ മതി. ഇച്ചിരി ചൂടുവെള്ളമൊക്കെ ഒഴിപ്പിച്ച് വെളുപ്പിക്കണം. ഇവിടെ അങ്ങനെയൊക്കെയാ പാട്ടുകാരൻ തിരഞ്ഞെടുക്കുന്നത്. അല്ല, ആത്മാവ് ഇറങ്ങുന്നതൊന്നും ഇവിടെ മാറ്റർ അല്ല. മനസ്സിലായോ? ഈ ദീപം ദേവതയെ പോലുള്ള ഗുണപ്പെടാത്തവനെയൊക്കെ വിളിച്ച് ആത്മാവിനെ ഇറക്കുന്ന ഭാഷന്മാരുണ്ട്. പറഞ്ഞാൽ പിന്നെ ഞാൻ നിലവിട്ട് പോകാൻ അങ്ങോട്ട് പോകുന്നില്ല, തിരിച്ചു വരിക. അപ്പൊ അതുകൊണ്ട് കൃപയുള്ള കുഞ്ഞുങ്ങൾ പാടണം. ദൈവം കൊടുത്ത താലന്ത് ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കുന്നവരെയാണ് ദൈവം പ്രസാദിക്കുന്നത്. അല്ല, അവരുടെ ഗുണവും മണവും നിറവും രുചിയും ഒന്നും നോക്കിയിട്ടല്ല ദൈവം പ്രസാദിക്കും. നമ്മൾ പാടുന്ന ട്യൂണിലൊക്കെയാണ് ദൈവം പ്രസാദിക്കുന്നെങ്കിൽ എത്ര സഭകൾ ഇപ്പൊ കൂട്ടും. ഓരോ സഭയിലൊക്കെ പാട്ട് പാടുന്നവർ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുമ്പോൾ ഇപ്പൊ ഒരു ബന്ധവും ഇല്ലാത്ത കയ്യടി അടിച്ചുകൊണ്ടായിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ആരുടെയും ട്യൂണും അതൊന്നും നോക്കിയല്ല ദൈവം പ്രസാദിക്കുന്ന. കൃപ, ദൈവ കൃപയിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ പാടട്ടെ. നമ്മുടെയൊക്കെ സഭകളിൽ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ ആ നിലയിലെ ശുശ്രൂഷയിലേക്ക് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വരണം. അതിനൊന്നും വിടാതെ പ്ലാറ്റിനം കാരനും വേണ്ടി വിട്ടിട്ട് പാടിച്ചിട്ട് ആത്മീയ ശുശ്രൂഷയ്ക്കകത്ത് ആത്മാവിനെ ഇറക്കാൻ വരുന്നത് മറ്റവനാണ്. വിചാരനെ കൊണ്ടുവന്ന് ഇവൻ കിടന്ന് ഉള്ളുമ്പോൾ കുറെ പേർ എന്തിനാ അത് പറയുന്നത്? നമ്മുടെയൊക്കെ ജനറൽ കൺവെൻഷനുകളിൽ ദൈവം ഇല്ലാത്ത രാഷ്ട്രീയക്കാർ വന്നിട്ട് പ്രൈസ് ദി ലോർഡ് എന്ന് പറയുമ്പോൾ ഓ എന്ന് പറഞ്ഞ് അടിക്കുന്ന ടീമുകളാണ്. പിറ്റേ ദിവസം അത് വലിയ വാർത്ത. ഇന്ന ആള് വന്ന് പ്രൈസ് ദി ലോർഡ് പറഞ്ഞു. അതിന് പിന്നെ അച്യുതാനന്ദ നിയമസഭയിൽ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും. അതുകൊണ്ട് പുള്ളി ഉറങ്ങി പോകുന്നതാണ്. ചുമ്മാ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പറയാം. തിരിച്ചു വരാം. അപ്പോ ഈ ഇരുട്ടിന്റെ ആത്മാവ് ദൈവം സൃഷ്ടിച്ച കാട്ടുജന്തുക്കളിൽ ഒരുവൻ പാമ്പിനെ സെലക്ട് ചെയ്തു. അതിലൂടെ തോട്ടത്തിലേക്കും നുഴഞ്ഞു കയറി. ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ദൈവത്തിന്റെ അഭിഷിക്തന്മാരുടെ ശ്രദ്ധിക്കാൻ ഞാൻ പറയുകയാണ്. തോട്ടത്തിലേക്കും നുഴഞ്ഞു കയറി. ഒരു ചോദ്യം, പാമ്പ് ഏത് ജന്തു? ദൈവം സൃഷ്ടിച്ച സകല കാട്ടുജന്തുക്കളിലും. ഇപ്പൊ പാമ്പ് ഏത് ജന്തു? കാട്ടുജന്തു. പെണ്ണും ചെറുക്കനും എവിടെ? കാട്ടിലാണോ തോട്ടത്തിലാണോ? തോട്ടത്തിൽ. അപ്പൊ കാട്ടുജന്തു ഇപ്പൊ എവിടെ കയറി? തോട്ടത്തിൽ കയറി. മണവാട്ടിയോട് കൊച്ചു വർത്താനം. ഇങ്ങനെ ഉണ്ടോ മാമൻ? സുഖമായിട്ടിരിക്കുന്നു. കൊച്ചു വർത്താനം. അപ്പൊ അവിടെ ഒരു കാവൽക്കാരനുണ്ട്. ആര്? ആദാം. അവനോട് രണ്ട് ഉത്തരവാദിത്വം തമ്പുരാൻ കൈമാറി. എന്താ? ഒന്ന്, തോട്ടത്തിൽ വേല ചെയ്യണം. രണ്ട്, തോട്ടം കാക്കണം. എന്താ തോട്ടം? ഉത്തമഗീത 4:12. എന്റെ കാന്ത കെട്ടിയടക്കപ്പെട്ട തോട്ടം സഭ. സഭയുടെ കാവൽക്കാരൻ ഇടയൻ. ഇടയന് രണ്ട് ജോലി. ഒന്ന്, തോട്ടത്തിൽ വേല ചെയ്യണം. ഇപ്പൊ എവിടെ വേല? ഇപ്പൊ എല്ലാം ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഉദ്യോഗസ്ഥന്മാര് മാസ ശമ്പളം ഇത്ര രൂപ കിട്ടും, അവിടെ ഇരുന്നോണം 3 വർഷം. അത് കഴിയുമ്പോൾ അടുത്തടുത്തിട്ട് പോകും, ഇത്ര രൂപ മേടിച്ചോണം. അടുത്ത് വേല എവിടെ? വേല എവിടെ? സ്വതന്ത്രം. വേല ചെയ്യുന്ന ദേവദാസന്മാര് സ്വതന്ത്രം പറയും. കാരണം അവർക്ക് ഇത് ബാധിക്കത്തില്ല. ഞാനിപ്പോ കുടിയാ നീ നരകത്തിൽ പോകുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് വേദിക്കും ഇല്ല. പക്ഷെ കുടിക്കുന്നവന് ഇച്ചിരി പോകും എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. മാസശമ്പളം മേടിച്ചിട്ട് അവിടെ ഇരിക്കും. 50 എണ്ണം ഉണ്ട്. സ്ഥലം മാറ്റം വരും. പോകത്തില്ല ചത്താലും. മനസ്സിലായോ? ഇതൊക്കെ ഉദ്യോഗസ്ഥന്മാരാ, സൂചന വേലക്കാരല്ല. കാവൽക്കാരന് രണ്ട് ഉത്തരവാദിത്തം കൊടുത്തു. ഒന്ന്, തോട്ടത്തിൽ വേല ചെയ്യണം. രണ്ട്, തോട്ടം കാക്കണം. രണ്ടാമത്തെ ചിന്ത അഭിഷിക്തന്മാരോട് ഞാൻ പറയുന്നത്, കാവൽക്കാരനായിരിക്കണം ഇടയൻ. ചോദ്യം, കാട്ടുചെന്ന് തോട്ടത്തിൽ വന്ന് മണവാട്ടിയെ പറഞ്ഞു തെറ്റിച്ചു. കാവൽക്കാരൻ എവിടെ പോയി? അപ്പൊ ഒരു ചോദ്യം ഇങ്ങനെ പറയാം, കാവൽക്കാരൻ സ്ട്രോങ് അല്ലെങ്കിൽ സകല കാട്ടുചെന്നും തോട്ടത്തിൽ കയറും, മണവാട്ടിയെ വഞ്ചിക്കും. അത് വരാതിരിക്കണമെങ്കിൽ ഇടയന്മാരോട് പറയാം, കാവൽക്കാരൻ ഡബിൾ സ്ട്രോങ് ആയിരിക്കണം. സ്വതന്ത്രം. അതല്ലാത്തത് കൊണ്ടാണ് സഭ ഇന്ന് ഇത്രയും ദുരന്തം അനുഭവിക്കുന്നത്. അതാ പൗലോസ് പറഞ്ഞു, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയെ ചെന്നായിട്ട് നിങ്ങളുടെ കയ്യിൽ കിടക്കും. ആ വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തൻ്റെ ഇടത്തിന്റെ വാക്കാ പുള്ളി പറഞ്ഞു. ഇല്ലേ ചാ, ഞാൻ പോയ, എന്താ അതിന്റെ അർത്ഥം? ഞാൻ ഇവിടെ ഇരിക്കുന്നിടത്തോളം ഒരുത്തനതിനകത്ത് അതാ തൻ്റെ ഇടത്തിന്റെ വാക്ക്. ഞാൻ പോയ ശേഷം നിങ്ങൾ ആരെ വിളിച്ച് പ്രസംഗിച്ചോ, ഞാൻ ഇവിടെ ഇരിക്കുന്ന കാലത്തോളം, ഞാൻ ഇവിടെ ചാർജ് ഇരിക്കുന്നിടത്തോളം ഉപദേശം വിട്ട് നടക്കുന്ന ഓരോ എണ്ണത്തെയും ഇവിടെ വിളിച്ച് പ്രസംഗിക്കത്തില്ലെന്ന് ഓരോ അഭിഷിക്തന്മാരും തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ തങ്കവും താരവും സജിത്വം ഒന്നും ഇതിൻ്റെ അകത്ത് കിടന്ന് ഈ വളച്ചിൽ എടുക്കത്തില്ലായിരുന്നു. ഇനിയെങ്കിലും തിരിച്ചറിവ് ഉണ്ടാകാൻ വേണ്ടി ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ. തിരിച്ചു വരാം. അപ്പോൾ അവൻ തോട്ടത്തിലേക്ക് കാട്ടുജന്തു അകത്ത് കയറി. തോട്ടത്തിൽ
വീട്ടിലിരുന്ന അമ്മച്ചിയോട് കൊച്ചു വർത്താൻ, അമ്മച്ചി എങ്ങനെയൊക്കെ ഉണ്ട്, ഓ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു പാമ്പൻ ചേട്ടാ. അപ്പൊ ഇവിടെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഓക്കെ ആണോ? പിന്നെ ദൈവം എത്ര നല്ലവൻ, വല്ലവൻ, പരിശുദ്ധൻ, വിശ്വസ്തൻ, ദൈവം വെയിലാറുമ്പോൾ ഇറങ്ങി വരുന്നു, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന എത്ര നല്ല ദൈവം, നല്ലവൻ, വല്ലവൻ, പരിശുദ്ധൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോ പുള്ളിക്ക് സഹിക്കുന്നില്ല. ഉടനെ പുള്ളി പറഞ്ഞു, ഈ തോട്ടത്തിന് നടുവിലെ വൃക്ഷഫലം തിന്നാമോ? അമ്മച്ചി പറഞ്ഞു, അത് തിന്നരുത്, തുടരുതെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനൊന്നും പറഞ്ഞില്ലെങ്കിൽ ഇച്ചിരി കയറ്റി പറഞ്ഞു. അങ്ങനെ തുടരുതെന്നും കൂടിയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ പ്രലോഭനം നിമിത്തം. എന്ത് പ്രലോഭനം? ഇത് തിന്നു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ പോലാകുമെന്ന് പറഞ്ഞു. കണ്ടോ, നിങ്ങൾ ദൈവത്തെ പോലാകും. ഇത് കേട്ടപ്പോ അമ്മച്ചിയുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടിയെ, ഞാനും ഒരു ദൈവത്തെ പോലാകുമോ? അങ്ങനെയാണെങ്കിൽ ഞാനും ഇല്ല കരുനാപ്പള്ളിയിൽ അമ്മച്ചിയെ പോലാകും എന്നൊക്കെ വിചാരിച്ചു കാണും. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? നേരെ പോയി പഴം പറിച്ചു തിന്നു. തിന്നപ്പോൾ അവൻ വേദപുസ്തകം പറയുന്നു, അനുസരണക്കേട് എന്ന തെറ്റ്, നിയമലംഘനം എന്ന് പറയുന്ന തെറ്റ്, ദൈവം അരുത് എന്ന് പറഞ്ഞത് മനുഷ്യൻ ചെയ്തു. അനുസരണക്കേട്, അത് നിമിത്തം മനുഷ്യന്റെ ഉള്ളിൽ പാപം പ്രവേശിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വേദപുസ്തകം വീട്ടിലുള്ള ക്രിസ്ത്യാനി എന്ന് പേര് പറയുന്നവരോട് ഞാൻ പറയാം, ഈ വേദപുസ്തകത്തിൽ ദൈവം നിന്നോട് അരുത് എന്ന് പറയുന്ന അനുദിനം 100 കൂട്ടം കാര്യങ്ങൾ നീ ചെയ്തുകൊണ്ടിരുന്നിട്ടും നീ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നുവെങ്കിൽ ഇതേ പാപം നിന്റെ ഉള്ളിലും വസിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, നീ പാസ്റ്റർമാര് പറയുന്നത് കേൾക്കണ്ട, വേദപുസ്തകം എടുത്തിട്ട് വായിച്ചു നോക്ക്. നിന്റെ ജീവിതത്തിൽ വചനത്തിൽ ചെയ്യരുത്, അരുത് എന്ന് പറഞ്ഞ അനവധി കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതായി പരിശുദ്ധാത്മാവ് നിന്റെ ബുദ്ധിമണ്ഡലത്തിൽ വെളിപ്പെടുത്തി തരും. അന്നത് തിരുത്താൻ തയ്യാറാവുക. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ ഒരു വലിയ വാർത്ത വിവാദമായി കണ്ടല്ലോ. കിടക്കമേൽ കിടക്കുന്ന ഒരപ്പച്ചനെ കിടക്കയോട് കൊണ്ടുപോയി വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്ന രംഗം. ചിലർ ചോദിച്ചു, അയ്യോ അങ്ങനൊക്കെ സ്നാനപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? പിന്നെ കുഴപ്പം? ചത്ത ശവത്തെ അല്ല കൊണ്ടുപോയി മുക്കിയത്, ജീവനോടുള്ള മനുഷ്യനെയാ. ആ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞു, എന്റെ പാപത്തിന് മോചനം ലഭിക്കണം, എനിക്ക് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടണം, ഈ കിടക്കമേൽ ഞാൻ അവസാനിക്കുന്നതിന് മുമ്പ് എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടണം. അഭിഷിക്തന്മാരോട് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് അഭിഷിക്തന്മാർ ജ്ഞാനപ്പെടുത്തിയത്. ഞാനാണ് നാളെ പെടുത്തു. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. ആമേൻ. യാഥാർത്ഥ്യം തിരിച്ചറിയണം. കൽപ്പനാലംഘനം, നിയമലംഘനം നടന്നു, മനുഷ്യന്റെ അകത്ത് പാപം കയറി. ഇനി വിഷയത്തിലോട്ട് ഞാൻ ഓടി സ്പീഡിലങ്ങ് വരിക. ആമേൻ. വേദപുസ്തകം വ്യക്തമായി പറയുന്നു, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ആദാമ്യ പാപം നിമിത്തം സർവ്വ മനുഷ്യരും പാപികളായി. ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന പൊതുജനത്തിന് ചില ചോദ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്താണ്? പണ്ട് എന്നോട് പലരും മലപ്പുറം ജില്ലകളിലും കാസർഗോഡ് ജില്ലയിലൊക്കെ ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ പണ്ട് എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പലർക്കും ഒരു ചോദ്യം വരും. എന്താണ് ചോദ്യം? പറയാം. ഒന്ന്, ആദമും ഹവ്വയും പാപം ചെയ്തു, സമ്മതിച്ചു ഒരു വാദത്തിന്. അതിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ എങ്ങനെ പാപിയാകും? ഡിഗ്രി ഉള്ളവർ ചോദിക്കുന്ന ചോദ്യമാണ്. ശരിയല്ലേ? പഠിക്കുന്ന പിള്ളേർ പണ്ടത്തെ പോലുള്ള പിള്ളേരല്ല. ഇപ്പൊ പിള്ളേർക്കൊക്കെ വലിയ തലയാ. പിള്ളേർ ചോദിക്കും, അതെങ്ങനെ ആദമും ഹവ്വയും പാപം ചെയ്തു, അതിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ എങ്ങനെ പാപിയാകും? ചോദ്യം നല്ലതല്ലേ? ഉത്തരം തരാം, ഇരിക്കട്ടെ. രണ്ടാമത് അടുത്തൊരു കൂട്ടം ചോദിക്കും, ശരി അങ്ങനെ ഭാവിയാണെന്നങ്ങ് വെച്ചോ, അങ്ങനെയാണ് നിങ്ങൾ ക്രിസ്ത്യാനി അങ്ങ് ഭാവിയായ പോലെ, ഞങ്ങൾ ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഭാവിയാണെന്ന് പറയുന്നത് എന്തിന്? ചോദ്യം. ഈ രണ്ട് ചോദ്യത്തിനും നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഒന്ന്, ആദാമ്യ പാപം നിമിത്തം സർവ്വ മനുഷ്യരും എങ്ങനെ പാപിയാകും? മറുപടി, എയ്ഡ്സ് രോഗിയായ അപ്പനും അമ്മയ്ക്കും ജനിക്കുന്ന കുഞ്ഞാര്? പറ. എയ്ഡ്സ് രോഗി. ഈ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു? എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഈ കുഞ്ഞ്, ചോരക്കുഞ്ഞ് വ്യഭിചാരം ചെയ്തോ? ഇല്ല. ചോരക്കുഞ്ഞ് ബ്ലഡ് സ്വീകരിച്ചോ? ഇല്ല. ഈ ചോരക്കുഞ്ഞ് തൊട്ടിലേക്ക് കിടന്ന എയ്ഡ്സ് രോഗിയുടെ ബ്ലേഡ് എടുത്ത് വെച്ച് ഷേവ് ചെയ്തോ? ഇല്ല. പിന്നെ എങ്ങനെ കുഞ്ഞ് രോഗിയായി? അറിയില്ല. ഉത്തരം, അപ്പനും അമ്മയും വഴിവിട്ട് ജീവിച്ചു. അതിന്റെ ഫലം ഒരു തെറ്റും ചെയ്യാത്ത തലമുറ അനുഭവിക്കുന്നു. ഡിഗ്രി അംഗീകരിക്കുന്നു, മെഡിക്കൽ സയൻസ് അംഗീകരിക്കുന്നു, എല്ലാ തലകളും അംഗീകരിക്കുന്നു. എങ്ങനെ വന്നു? ഒരു ഉത്തരവുണ്ട്, രക്തത്തിലൂടെ വന്നു. സമ്മതിച്ചല്ലോ. ആദാമ്യ പാപം എങ്ങനെ സർവ്വ മനുഷ്യരിലേക്കും വരും? ബൈബിൾ പറയുന്ന ഉത്തരം അപ്പോസ്തലപ്രവൃത്തി 17:26. 17:26 ഒന്ന് വായിച്ചു കൊടുത്തേ. ബൈബിൾ പറയുന്ന ഉത്തരം, ആദാമ്യ പാപം എങ്ങനെ സർവ്വ മനുഷ്യരിലേക്കും വരും? ആമേൻ. ബൈബിൾ പറയുന്ന ഉത്തരം 17:26. ഉറക്കെ വായിച്ചു കൊടുത്തേ. അപ്പോസ്തലപ്രവൃത്തി 17:26. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തരിൽ നിന്ന് മനുഷ്യ ജാതിയൊക്കെയും ഉളവാക്കി. മതി. ശ്രദ്ധിച്ച്. അടുത്തൊരാളും കൂടെ സപ്പോർട്ടിനായിട്ടൊന്ന് എടുത്ത് വെച്ചു, ഒരു മൈക്ക്. അത് രണ്ടുപേർ കൂടെ വായിക്കാം. ദൈവാസന കുറ്റം പറയാൻ പറ്റത്തില്ല. മുമ്പേ എഴുതി കൊടുത്താലല്ലേ അന്നേരം എടുക്കാൻ പറ്റൂ. ഇത് നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടാ, സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ബൈബിൾ മറുപടി പറയുന്നു, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ. ശ്രദ്ധിച്ചേ.
ദൈവം. ശ്രദ്ധിച്ചേ, ഇപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ ആരാ? പറ. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവൻ. അല്ല, ദൈവം എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ ഒതുങ്ങിയിരിക്കുന്ന പുള്ളിയല്ല, ഒരു വില്ലേജിൽ ഒതുങ്ങിയിരിക്കുന്ന പുള്ളിയല്ല. ദൈവത്തെ കാണാൻ ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് ടിക്കറ്റ് എടുത്ത് പോകേണ്ട ആവശ്യം ഇല്ല. ദൈവം എന്ന് പറഞ്ഞാൽ ഭൂതലത്തിലെങ്ങും നിറഞ്ഞു നിൽക്കുന്നവൻ. അവനാണ് ഈശ്വരൻ, അവനാണ് സൃഷ്ടാവ്, അവനാണ് പടച്ചവൻ. മനസ്സിലാകുന്നുണ്ടോ? ഇന്നാള് ഞാൻ മസ്കറ്റിൽ വെച്ച് ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. നാട്ടിലൊരു വീട് വെക്കാൻ ആഗ്രഹിച്ചു, വസ്തുവൊക്കെ മേടിച്ചിട്ടു. പക്ഷെ അവിടെ വീട് വെച്ചാൽ ബന്ധനം എന്നൊക്കെയാണ് ചില ആളുകൾ പറയുന്നത്. ബന്ധനം. ഞാൻ അതന്നെ അങ്ങനെ പറയാൻ കാര്യം, അത് പണ്ട് വേറെ ആരുടെയോ ഒക്കെ കയ്യിൽ ഇരുന്ന് പിന്നെ നമ്മുടെ ചില ഭാഷ ഉണ്ടല്ലോ, ചില മണ്ഡലങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പുള്ളിയോട് ചോദിച്ചു, എടോ സഹോദര, നിങ്ങൾ എത്ര വർഷമായി ഗൾഫിൽ വന്നിട്ട്? അത് 15 വർഷമായി. താമസിക്കുന്ന വീട് രക്ഷിക്കപ്പെട്ടവന്റെ ആണോ? അറബിയുടെ ഫ്ലാറ്റിൽ 15 വർഷം താമസിച്ചിട്ട് ഒരു പോറൽ പോലും ഇല്ലാതെ ദൈവം തന്നെ സൂക്ഷിച്ചു. പിന്നെ കടൽ കിടക്കുമ്പോൾ ഈ ദൈവത്തിന് അങ്ങോട്ട് വരാൻ ഫ്ലൈറ്റ് കിട്ടത്തില്ലേ? വീട് പണിയോളൂന്ന് പറയും. മനസ്സിലായോ? അപ്പൊ എന്ന് പറഞ്ഞ പോലെ ദൈവം എന്ന് പറഞ്ഞാൽ കടലിന്റെ അക്കരെ നിൽക്കി ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ് പിടിക്കാൻ പറ്റാത്ത ആളല്ല. ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന പുള്ളിയല്ല, ഏതെങ്കിലും ഒരു വില്ലേജിലോ ഏതെങ്കിലും ഒരു ജില്ലക്കകത്തോ അല്ല. ദൈവം ഭൂതലത്തിലെങ്ങും നിറഞ്ഞു നിൽക്കുന്നവനാണ്. നിന്റെ ഹൃദയത്തിന്റെ അകത്ത് നൊന്തുകൊണ്ട്, ഹൃദയം മുറിഞ്ഞുകൊണ്ട് ആമേൻ ദൈവമേ എന്നൊന്ന് വിളിച്ചാൽ നിന്റെ അരികിൽ ഇറങ്ങി വരാൻ കഴിയുന്നവനാകണം പ്രപഞ്ചത്തെ നിർമ്മിച്ച ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ടാ ബൈബിൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹൃദയം നുറുങ്ങിയ പെന്തക്കോസുകാർക്കുന്നുണ്ടോ അച്ഛാ? ഇല്ല. ഹൃദയം നുറുങ്ങിയ യാക്കോബക്കാർക്കുന്നുണ്ടോ? ഇല്ല. ഹൃദയം നുറുങ്ങിയ മർത്തോമ ഉണ്ടോ? ഹൃദയം നുറുങ്ങിയ ഉണ്ടോ? ഹിന്ദുക്കൾ ഉണ്ടോ? ഇല്ല. മനുഷ്യനായി പുറന്ന ആരുടെ ഹൃദയം നുറങ്ങി വിളിച്ചാലും യഹോവയായ ദൈവം സമീപസ്ഥനാണ്. പക്ഷെ അടുത്ത വാക്കൂടെ കേട്ടോണം, അന്നേരം സന്തോഷം ചിലപ്പോൾ പോവും. മനസ്സ് തകർന്നവരെ അവൻ. അപ്പം ഹൃദയം നുറങ്ങി ആര് വിളിച്ചാലും ദൈവം അടുത്ത് വരും, പ്രാർത്ഥനയ്ക്ക് മറുപടിയും കൊടുക്കും, ഭൗതികമായ വിഷയത്തിന് പരിഹാരവും വരും. പക്ഷെ രക്ഷ മനസ്സ് തകർന്നവനേ ഉള്ളൂ. അതെവിടെ തകരണം? കാൽവരി നോക്കി തകരണം. അത് വേറൊരു പ്രസംഗം, അങ്ങോട്ട് പോകുന്നില്ല. അപ്പോ ദൈവം എന്ന് പറഞ്ഞാൽ ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവൻ, മഹാദൈവം, പടച്ചവൻ, സൃഷ്ടാവ്. ആ ദൈവം എന്താ പറഞ്ഞത്? ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ അഥവാ ദൈവം. അടുത്തത്, ഒരുത്തനിൽ നിന്ന്. ആരാ ഒരുത്തൻ? ആദാം എന്ന് പറയുന്ന ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. കണ്ടോ? ഭൂതലത്തിലെങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഒരുത്തൻ ദൈവം. അവൻ ഭൂതലത്തിലെങ്ങും കുടിയിരിക്കേണ്ടതിന് ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. അപ്പൊ മനുഷ്യജാതിയിലൂടെ, മനുഷ്യനിലൂടെയാണ് ദൈവം ഭൂതലത്തിലെങ്ങും വസിക്കുന്നത്. എവിടെ? തൂണിലോ അല്ല, മതിലോ അല്ല, മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത്. അങ്ങനെ മനുഷ്യൻ എന്ന് പറയുന്ന ജീവി എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം നിറഞ്ഞു നിൽക്കുന്നവനാണ് ദൈവം. മർമ്മം കണ്ടോ? അപ്പൊ ആദാം എന്ന് പറയുന്ന ഏക രക്തത്തിൽ നിന്നാണ് ഇവിടുത്തെ കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. ഒറ്റ രക്തത്തിൽ നിന്നാണ്. ഈ ഉപദേശി എന്നാ പറയുന്നത്? കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ചെന്നോ? അത് തെളിയിക്കാവോ? പിന്നെ എന്നാ? നാളെ രാവിലെ 4 ബോട്ടിൽ എടുക്കുക, 4 ബോട്ടിൽ 4 മൃഗങ്ങളുടെ രക്തം എടുക്കുക. ആട്, ആന, പോത്ത്, പശു എടുക്കുക. അടുത്ത ഹരിപ്പാട് കൊണ്ട് മെഡിക്കൽ ലാബിലോട്ട് കൊടുക്കുക. മിടുക്കി പെമ്പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് വെളിയിലോട്ട് വെക്കും, ഇത് ആട്, ആന, പോത്ത്, പശു അല്ലെ, കണ്ടുപിടിക്കാനുള്ള സംവിധാനം നിലവിലുണ്ട്. വീണ്ടും 4 ബോട്ടിൽ എടുക്കുക. ഒന്നിൽ ഇവിടുത്തെ അമ്പലത്തിലെ പൂജാരിയുടെ രക്തം, മറ്റൊന്നിൽ അടുത്ത ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ രക്തം, ഇനി ഒന്നിൽ കത്തോലിക്ക പള്ളിയിലെ അച്ഛന്റെ രക്തം, ഇനി ഒന്നിൽ ഞങ്ങളുടെ ഉപദേശയുടെ രക്തം കൊടുക്കുക. അതേ ലാബിലേക്ക്. ഏതെങ്കിലും പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് തരുമോ? മാറിപ്പോവല്ലേ, മൂല ഇരിക്കുന്നത് മുസ്ലിയാർ, അപ്പുറത്തോട്ട് വെച്ചിട്ടുണ്ട് പൂജാരി. തരുവോടോ? തരുവോടോ? ABCD ഗ്രൂപ്പ് തിരിച്ചെന്നിരിക്കും. അതിന്റെ അപ്പുറത്ത് പിള്ളേർ ഇറങ്ങി വന്നിട്ട് പറയും, മനുഷ്യന്റെ സമയം മെനക്കെടുത്തത്, ഇതെല്ലാം മനുഷ്യന്റെ രക്തമല്ലേ എന്ന് പറയും. അതുകൊണ്ടല്ലേ ജീവിച്ചിരിക്കുമ്പം BJP-കാരനെ കണ്ടുകൂടാത്തവൻ തലയും പൊട്ടി മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പം BJP ആയാലും കുഴപ്പമില്ല, AJP ആയാലും കുഴപ്പമില്ല, ആര് രക്തം തന്നാലും മേടിക്കും. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അമ്പലത്തിലെ പൂജാരിയുടെ കിഡ്നി അടിച്ചു പോയി, പരസ്യം ചെയ്തു. പരസ്യം കണ്ടു വന്നത് ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ കിഡ്നി എനിക്ക് വേണ്ട, ഇന്ന് ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഈ ആരോഗ്യത്തോടെ മസിലും വരിപ്പിച്ച് നടക്കുമ്പോഴാണ് ഈ പറഞ്ഞ തമ്മിലടി മുഴുവൻ. ഇതൊന്നും ഇല്ലെങ്കിൽ മനുഷ്യൻ അറിയാം ഇത്രയ്ക്കിത്രേ ഉള്ളൂ. ജാതിയും മതവും ഒന്നും ഇല്ലാത്ത ചില നിമിഷങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ വരും. അങ്ങനെ വരുമെന്ന് 2 പ്രളയം പഠിപ്പിച്ചിട്ടും പഠിക്കാത്തവനല്ലേ മലയാളി. നിന്റെ പറമ്പിലെ വെള്ളം എന്തിനാ
അടി. എന്റെ പറമ്പിൽ കൂടെ വരുന്നതെന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കിയ കുഞ്ഞമ്മ ഏതെങ്കിലും പറമ്പിൽ കൂടി വെള്ളം ഒന്ന് പോയാ മതി ഈശ്വരാന്ന് നിലവിളിച്ചില്ലേ? എന്നിട്ട് പഠിച്ചോ? അന്യർ ഈ വീട്ടിൽ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച ചേട്ടന്മാര് വെള്ളം അകത്ത് കയറിയപ്പോൾ അന്യരെ വിളിച്ചിട്ട് പറഞ്ഞു, പപ്പയും മമ്മിയും കുടുങ്ങി കിടക്കുന്നു, അന്യർ കയറി രക്ഷിക്കണമെന്ന്. അല്ല, പട്ടിയുണ്ട് സൂക്ഷിക്കുക, പട്ടിയൊക്കെ ഒഴുകി പോയെന്ന്. അങ്ങനെ അന്യര് കയറി പപ്പയും മമ്മിയും രക്ഷിച്ചു. വെള്ളമൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ മോൻ വന്ന് മതിലിന് 2 കട്ടയും കൂടെ പൊക്കി കെട്ടി അടുത്ത ബോർഡും വെച്ചു, അന്യരകത്ത്. അതിന് അടുത്ത പ്രളയം പറഞ്ഞു. അവന്റെ പേരാ മനുഷ്യൻ. ജാതി മതവും മരണവും വർഗവും ഒക്കെ നോക്കി അവന് സ്നേഹിക്കാൻ പറ്റും. എന്തുകൊണ്ടാ? ഞാനും നീയും ഒരൊറ്റ രക്തത്തിന്റെ ഉടമയാണെന്നുള്ള തിരിച്ചറിവ് ഇവിടുത്തെ മനുഷ്യന് വന്നിട്ടില്ല. കാവി ഉടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ഒറ്റ രക്തത്തിന്റെ ഉടമ, ഒരപ്പന്റെ സൃഷ്ടിയാണെന്ന തിരിച്ചറിവ്. കാവി ഉടുത്തവനും തൊപ്പിയിട്ടവനും എന്റെ കൂടപ്പിറപ്പാന്നുള്ള തിരിച്ചറിവ്. ആ തിരിച്ചറിവ് നൽകുന്നതാണ് സുവിശേഷം. അതുകൊണ്ടാണ് ഇപ്പൊ ഈ മുറ്റത്ത് ഈ പന്തലിന്റെ അകത്ത് കാവിയുടുത്തോ തൊപ്പിയിട്ടോ ഒരുത്തൻ വന്നാൽ ഇവിടെ ഇരിക്കുന്ന ഉപദേശിമാർ അവനെ ആദ്യം വിളിക്കുന്ന പേരെന്താന്ന് തന്റെ ഇടത്തോടെ നിങ്ങൾക്ക് പറയാം. എന്താ വിളിക്കുന്ന പദം? എന്താ? ബ്രദർ, സഹോദര. എന്താ പേര്? സഹോദര. എവിടെയാ വീട്? സഹോദര എന്ത് ചെയ്യുന്നു? ഓക്കെ സഹോദര, ഞങ്ങൾ പ്രാർത്ഥിക്കാം. കണ്ടോ? കാവിയുടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ഒറ്റ രക്തത്തിന്റെ സൃഷ്ടിയാണെന്നുള്ള തിരിച്ചറിവ് തരുന്നതാണ് സുവിശേഷം. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ കളിയാക്കി പറയത്തില്ലേ, യവന്മാർക്കൊരു നാണവും മാനവും ഇല്ലാത്തവന്മാരുടെ. ആര്? ഈ പെന്തിക്കോസുകാര്. അടിച്ചാലും ഇടിച്ചാലും ചവിട്ടിയാലും തുപ്പിയാലും യവന്മാര് പിന്നെ മലിഞ്ഞു കയറി വരും, പ്രാർത്ഥിക്കട്ടെ എന്നും പറഞ്ഞു. നാണമില്ലാത്തവന്മാര് പറയത്തില്ലേ? സത്യമാണെന്നേ. എന്തുകൊണ്ടാ? നീ അടിച്ചാലും ഇടിച്ചാലും ചവിട്ടിയാലും തുപ്പിയാലും നീ എന്റെ അപ്പന്റെ മകനാണെന്നുള്ള തിരിച്ചറിവ്, നീ എന്റെ കൂടപ്പിറപ്പാണെന്നുള്ള തിരിച്ചറിവ് ഈ പുസ്തകം തന്നതുകൊണ്ടാണ് പിന്നെയും നാണമില്ലാതെ വലിഞ്ഞു കയറി പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ച് നിന്റെ വീട്ടിന്റെ അകത്ത് വരുന്നത്. നീ എന്റെ സഹോദരനാണെന്നുള്ള തിരിച്ചറിവ് ഈ പുസ്തകം തന്നതുകൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാനൊക്കെ ഒരിക്കൽ വെഞ്ഞാറമൂടിനടുത്തൊരു ജംഗ്ഷനിൽ കവലെ നിന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ മീശ പോലും കുരുക്കാത്ത ഒരു നെത്തോലി ചെറുക്കൻ അവൻ വന്നിങ്ങനെ ഞെളിഞ്ഞ് കാണിച്ചിട്ട് പറയും, എടോ ഇവിടെ പ്രസംഗിക്കൊണ്ട് എടുത്തോണ്ട് പോകണമെന്ന്. ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞു, ഓക്കെ മോനെ, വേണ്ടെങ്കിൽ വേണ്ട, നമ്മളങ്ങ് പോവാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാം. അപ്പൊ ഇവന്റെ ചുണ്ടത്താ പുഞ്ചിരി, പാൽപുഞ്ചിരി. ഇവന്റെ പുഞ്ചിരി ഇങ്ങനെ വിരിഞ്ഞ്, ഇവന്റെ ചിന്ത എന്താ? ഇവന്റെ ഞെളിഞ്ഞ എല്ലും കൂട് കണ്ടപ്പോ പേടിച്ചു പോകുന്ന. ഇവനെ കാലേ വാരി ഭിത്തിയിലോട്ട് ഒറ്റ അടി അടിക്കാൻ ആർജവം ഇല്ലാഞ്ഞിട്ടോ അതിന് നട്ടലില്ലാഞ്ഞിട്ടോ ആംബിയർ ഇല്ലാഞ്ഞിട്ടോ ഒന്നും അല്ല ഈ പോന്നേ. അതിന് ഈ പുസ്തകം അനുവദിക്കുന്നില്ല. മനസ്സിലായോ? വാളെടുത്തിരുന്നവനെല്ലാം വാളാൽ നശിച്ചു പോകും, വാൾ ഉറയിലിടുക എന്ന് പഠിപ്പിച്ച സന്ദേശമാണ് അകത്തിരിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ ഈ പ്രാർത്ഥിക്കുന്നവരെ തോണ്ടാൻ വരുന്നവരൊക്കെ ഓർത്തോടെ ഇവരൊക്കെ ഒന്ന് തിരിഞ്ഞു നിന്നാൽ നിന്റെ അടപ്പ് പോലും കാണില്ലേ. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, സുവിശേഷം ഒരു മനുഷ്യൻ അനുസരിച്ചാൽ അവൻ സമൂഹത്തിനോ നാടിനോ വീടിനോ നിയമത്തിനോ ഒരു ദോഷവും വരുത്തുന്നില്ല. അല്ലേ? കള്ളു കുടിച്ച് കുടുംബത്തിലെ ഭാര്യയെ കുനിച്ചു നിർത്തി ഇടിച്ച് കൊച്ചുങ്ങൾക്കും തലവേദനയായിട്ട് ജീവിച്ച ഒരുത്തൻ സുവിശേഷം കേട്ട് അവന്റെ കുടി നിർത്തി, അവൻ നല്ല വസ്ത്രം ധരിച്ച് അവൻ പള്ളിയിൽ പോയി, അവൻ മര്യാദയ്ക്ക് ജീവിച്ചാൽ അതിന്റെ ഗുണം അവന്റെ ഭാര്യയ്ക്കും മക്കൾക്കും അനുഭവിക്കാൻ പറ്റുന്നത്. അല്ലേ? അതാണ് സുവിശേഷം. ഇത് അക്രമത്തിന്റെ മാർഗമല്ല, പീഡനത്തിന്റെ മാർഗമല്ല, വാള് കാണിച്ചിട്ടല്ല, ബോംബ് പൊട്ടിച്ചിട്ടല്ല. സ്നേഹത്തിന്റെ തുണ്ട് പേപ്പർ കഷണങ്ങൾ അനേക മാനവജാതി രൂപാന്തരത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക. ഈ സുവിശേഷത്തിന്റെ പേപ്പർ കഷണം മതി. അറിയാമോ എത്ര എത്ര സാക്ഷ്യങ്ങൾ? പണ്ടൊരു അപ്പച്ചൻ ഒരു ചെറിയ കൈ കോളാമ്പി മൈക്കുമായി രാവിലെ പരസ്യവും പ്രസംഗിക്കാൻ ഒരു കോളനി ഗ്രാമത്തിലോട്ട് കയറി ചെന്നു. അപ്പൊ അവിടെ ഒരു കടക്കാരൻ ഇങ്ങനെ പണ്ടത്തെ നിര അടുക്കി വെക്കുന്ന കടയുണ്ട്, പെട്ടിക്കട തുറക്കാൻ തുടങ്ങുമ്പോഴായി ഉപദേശി കോളാമ്യം കൊണ്ട് പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞ് മൈക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ ആ കടക്കാരൻ പറഞ്ഞു, രാവിലെ കട തുറക്കാൻ പോകുന്നേ ഉള്ളൂ, ഇടക്കാറുണ്ടാക്കല്ലേ, അങ്ങോട്ടെങ്ങാനും പോകാൻ പറയും. അപ്പൊ ഈ അപ്പച്ചൻ നേരെ അവിടെ നിന്ന് പയ്യെ നടന്ന് അടുത്തൊരു കലങ്ങിന്റെ അവിടെ എത്തി. കലങ്ങിന്റെ അവിടെ ഇരുന്നപ്പോ ഈ കലങ്ങില് കുറച്ച് ആൾക്കാരുണ്ടല്ലോ, കലങ്ങ് അടങ്കലെടുത്തവരുണ്ടല്ലോ, ജോലിയും കൂലിയൊന്നും ഇല്ല, രാവിലെ തൊട്ട് വൈകി വരെ കലങ്ങിന്റെ പുറത്ത് വന്നിരിക്കും. അങ്ങനെ ടീം. അപ്പൊ ഈ കലങ്ങിന്റെ പുറത്തിരിക്കുന്ന ചെറുപ്പക്കാർ അവര് പറഞ്ഞു, എടോ അങ്ങോട്ടെങ്ങാനും എടുത്തോണ്ട് കൂടും, ഇവിടെ മനുഷ്യൻ രാവിലെ ചെറുതല കേൾക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ അപ്പച്ചൻ അവിടുന്ന് പോയി. അവിടുന്ന് പോയിട്ട് വേറൊരു സ്ഥലത്ത് അങ്ങോട്ട് മാറി ചെന്നപ്പോൾ ഒരു വീടിന്റെ ഗേറ്റ് പൂട്ടി, അകത്ത് പൂട്ടൊക്കെ ഇട്ടേക്കുവാ. പൂട്ടൊക്കെ ഇട്ട് പൂട്ടി, കഥക ജനലും എല്ലാം അടച്ചിട്ടേക്കുവാ.
അപ്പൊ ഈ മനുഷ്യന് സന്തോഷമായി. ഇവിടുന്ന് ആരും ഇറങ്ങി പോകാൻ പറയത്തില്ല. അപ്പൊ ആ ഗേറ്റിന്റെ അവിടെ നിന്ന് പുള്ളി സൂചിയാട്ടം പ്രസംഗിച്ചു, ആ കൊച്ചു കോളാമ്പിക്കാത്ത. അല്പം കഴിഞ്ഞു, പിന്നീടാണ് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകുന്നത്. ആ വീട്ടിന്റെ അകത്തൊരു ഭാര്യയും ഭർത്താവും ബാങ്കിന്റെ ജപ്തി നോട്ടീസ് വന്ന് കുഞ്ഞുങ്ങളെ ബന്ധുക്കളുടെ വീട്ടിൽ കൊണ്ട് വിട്ടേച്ച് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഫ്യൂരഡാം മേടിച്ച് കഴിക്കാൻ വേണ്ടി വിഷക്കുപ്പി തുറന്ന് കുഞ്ഞുങ്ങളുടെ മുഖം ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പണ്ടത്തെ ആ കൊച്ചു കോളാമ്പിക്കകത്തൂടെ നമ്മളിങ്ങനെയൊക്കെ തന്നെ നടുവേദന പല്ലുവേദന ഉള്ളക്ക് എന്ന് പറയുന്ന പോലെ ഒരു ശബ്ദം. ആ ശബ്ദം കേട്ടുകൊണ്ട് അവര് ജനൽ ഇങ്ങനെ തുറന്നൊന്ന് നോക്കി ആരാ എന്താന്ന് നോക്കിയപ്പോഴാണ് ഈ പാവപ്പെട്ട അപ്പച്ചൻ ആ കൊച്ചു കോളാമ്പിക്കൂടെ പറയുന്നത്, ആത്മഹത്യ ചെയ്യല്ലേ സഹോദര, ആമേ, രക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. അവിടെ ഇരുന്ന് 1 മണിക്കൂർ പ്രസംഗം കേട്ടു. ആ കുടുംബം പുറത്തു വന്നു. അവര് വിഷക്കുപ്പിയും കൊണ്ടിരുന്നതാണെന്ന് പിന്നീട് സാക്ഷ്യം പറഞ്ഞപ്പോഴാണ് ജനം അറിഞ്ഞത്. ആ നിസാരപ്പെട്ട പ്രസംഗം. അങ്ങനെയെങ്കിൽ ഒരു തുണ്ട് പേപ്പർ കഷ്ണത്തിൽ എഴുതപ്പെട്ട വചനം പോലും, ആമേൻ, ഈ വിളിച്ചു പറയുന്ന ഈ സന്ദേശം പോലും അനേക ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന സന്ദേശമാണ്. അതുകൊണ്ടാണ് ഇത് ജീവനുള്ള വചനമാണെന്ന് പറയുന്നത്. ആമേൻ. ഞാൻ ഓടി വരാം വേഗത്തിൽ. അങ്ങനെ ആദാമ്യ പാപം നിമിത്തം സർവ്വ മനുഷ്യരും പാപികളായി. ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ചത് കൊണ്ട് ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യാനി എന്നുള്ള തരംതിരിവ് ദൈവം ഉണ്ടാക്കിയില്ല. മനുഷ്യനെന്നേ ദൈവം സൃഷ്ടിച്ചുള്ളൂ, മനുഷ്യജാതി എന്നേ ദൈവം സൃഷ്ടിച്ചുള്ളൂ. തരംതിരിച്ചത് ഇരുകാലി മനുഷ്യനാണ്. അതുകൊണ്ട് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഏക മനുഷ്യനിലൂടെ ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ബൈബിൾ പറയുന്നു സർവ്വ മനുഷ്യരും പാപിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഉച്ചവാസിലൂടെ വിളംബരം ചെയ്യുന്നത്, ഹേ മനുഷ്യ, നീ പാപിയാണ്, പാപിയാണ്. മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾ ഇങ്ങനെ വിളിച്ചു പോകുമ്പോൾ ചില ആളുകൾക്കൊക്കെ അങ്ങ് തലതല്ലി ചിരിയ. ഓ, ചുമ്മാ യവന്മാർക്കൊരു ജോലിയില്ല, ഭാവി ഭാവി ചുമ്മാ പറയുന്നതാണ്. അതൊക്കെ പണ്ടത്തെ കാലമൊന്നുമല്ല. മനുഷ്യൻ ഭാവി അല്ല എന്ന് പറയുന്നത്. മനുഷ്യൻ ഭാവി അല്ലെന്ന് പറയുന്നവരാരെങ്കിലും ഇന്ന് രാത്രി ഈ ശബ്ദത്തിന്റെ പരിധിയിൽ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കടയടച്ചു പോകുമ്പോൾ കടയ്ക്ക് പൂട്ടിടരുത്. നാളെ രാവിലെ അറിയാം ഇവിടെ ഭാവി ഉണ്ടോ ഇല്ലയോ അല്ലേ? ഇവിടുത്തെ കടകൾക്ക് പൂട്ട് പിടിച്ച് ഒന്ന് കുലുക്കി, പിന്നെ ഒന്നുകൂടെ കുലുക്കി, പിന്നെ ഒന്നുകൂടെ കുലുക്കി വെച്ചാണ് ഇപ്പൊ വീട്ടിൽ പോകുന്നത്. എന്നിട്ട് ഉറക്കമില്ലാതെ വന്നപ്പോ CCTV വെച്ചു. ആരെ പേടിച്ച്? മനുഷ്യന്മാരെ പേടിച്ചു. മനുഷ്യൻ ഭാവിയല്ലേ? രാത്രി ഇവിടുത്തെ സഹോദരിമാര് കഥകടച്ച് കൊളുത്തിട്ട് ഓടാമ്പലം പിടിച്ചിട്ടേച്ച് ഇപ്പൊ അതിന്റെ പുറകെ ചട്ടിയും കലവും വാരി അടുക്കി വെച്ചാ ഉറങ്ങുന്നതെന്ന്. ആരെ പേടിച്ച്? പുലി ഇറങ്ങുമെന്ന് പേടിച്ചാണോ? അല്ല, പിന്നെ ആരെ പേടിച്ച്? ഇരുകാലി മനുഷ്യന്മാരെ പേടിച്ച്. കാരണം വേദപുസ്തകം പറയുന്നു മനുഷ്യൻ പാപിയാണ്. മനുഷ്യന്റെ അകത്ത് പാപം പ്രവേശിച്ചു. പാപം മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ച കാലം മുതൽ മനുഷ്യൻ മോക്ഷം തേടി അലയാൻ തുടങ്ങി. എവിടെ കിട്ടും മോക്ഷം? പാപം മനുഷ്യന്റെ അകത്ത് കയറിയപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന ചോദ്യത്തിന് ഇന്ന് രാത്രി ദേശത്തോട് മറുപടി പറയാം. പാപം എന്ന് പറയുന്ന ഇരുട്ട് മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ചപ്പോൾ മനുഷ്യന് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം, മനുഷ്യൻ സ്രഷ്ടാവിനെ മറന്നു. സ്രഷ്ടാവിനെ മറന്നു. സൃഷ്ടിയെ ദൈവമെന്ന് വിളിച്ചു. ചോദ്യം, മനുഷ്യനെ സൃഷ്ടിച്ചതാര്? ഉത്തരം ഉറക്കപ്പറ. ദൈവം, പടച്ചവൻ, സ്രഷ്ടാവ്, ഈശ്വരൻ. അങ്ങനല്ലേ ഉത്തരം? ഒന്നുകൂടെ ചോദിക്കാം, മനുഷ്യനെ സൃഷ്ടിച്ചതാര്? ദൈവം. എന്നാൽ ഒരു ചോദ്യം ഇന്ന് ചോദിക്കട്ടെ, ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആര്? അതാ ദുരന്തം. ഇന്ന് ഈ മൂക്കിൽ ശ്വാസമുള്ള പ്യൂറ മനുഷ്യനാണ് ആരെ സൃഷ്ടിക്കുന്നത്? സർവശക്തനായ സൃഷ്ടാവിനെ സൃഷ്ടിക്കുന്നത്. അവൻ സൃഷ്ടിച്ചു തരും. എങ്ങനെ വേണം? ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ, കളർ വേണോ? അവൻ സൃഷ്ടിച്ചു തരും. എന്തുകൊണ്ട് സംഭവിച്ചു? അവൻ മനുഷ്യന്റെ അകത്ത് പാപം കയറിയപ്പോൾ മനുഷ്യൻ സൃഷ്ടാവിനെ മറന്നുപോയി. അതുകൊണ്ടാണ് റോമാലേഖനം 1-ാം അധ്യായം 21, 22, 23 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നത്. വായിച്ചേ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ മനുഷ്യൻ അവരുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായി പോയി. എന്നിട്ട് എന്ത് ചെയ്തു? അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ, സകലത്തെയും സൃഷ്ടിച്ച മഹാദൈവമായ സൃഷ്ടാവിന്റെ പടച്ചവന്റെ ഈശ്വരന്റെ തേജസ്സിനെ അവർ ക്ഷേമമുള്ള മനുഷ്യൻ. ശ്രദ്ധിച്ചേ, മനുഷ്യന്മാര് സൃഷ്ടാവിനെ അങ്ങ് മറന്നിട്ട് സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം ആർക്ക് കൊടുത്തു? ക്ഷയമുള്ള മനുഷ്യന് കൊടുത്തു. ചുമയ്ക്കുന്ന, കൊരയ്ക്കുന്ന ഈ പീറ മനുഷ്യന് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോൾ നമ്മുടെ നാട്ടിൽ ആൾ ദൈവങ്ങൾ ഉണ്ടായി. പിടികിട്ടിയോ?
സട്ടാവിന് കൊടുക്കേണ്ട മഹത്വം സൃഷ്ടിക്ക് കൊടുത്തപ്പോൾ നാട്ടിൽ ആൾ ദൈവങ്ങൾ ഉണ്ടായി, മുക്കിന് ആൾ ദൈവങ്ങൾ ഉണ്ടായി. കഴിഞ്ഞ മാസങ്ങളിൽ ഒരു പത്രത്തിൽ ഞാൻ കണ്ടു, ഒരാൾ ദൈവത്തിന് പനിയാണ്, പ്രാർത്ഥിക്കണം. അപ്പൊ സൃഷ്ടാവിനെ മറന്നിട്ട് മനുഷ്യൻ സൃഷ്ടിക്ക് മഹത്വം കൊടുത്തു. ക്ഷയമുള്ള മനുഷ്യൻ, അടുത്തത് പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. കണ്ടോ, സർവശക്തനായ സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം, സൃഷ്ടാവിനെ തിരിച്ചറിയാതെ പാപം അകത്ത് കയറിയ മനുഷ്യൻ സൃഷ്ടിച്ച ഈശ്വരനെ മറന്നു, പടച്ചവനെ മറന്നു, സൃഷ്ടാവിനെ മറന്നു, സൃഷ്ടിക്ക് മഹത്വം കൊടുക്കാൻ തുടങ്ങി. ആർക്കൊക്കെ കൊടുത്തു? മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി. പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനി ഇതിനെ നാലിനെ കൂടെ ഒന്നിച്ച് ഒരു കണ്ണാടി കൂട്ടിലാക്കി ജംഗ്ഷനിൽ വെച്ചിരിക്കുക. നാൽക്കാലി, പുറത്ത് മനുഷ്യൻ, കീഴെ ഇടജാതി. പിന്നെ പടത്തിലോട്ട് സൂക്ഷിച്ചൊന്ന് നോക്കിയാൽ ഇടജാതിക്ക് രണ്ട് ചിറവും കൂടെ കാണാം, സകലവും നിവർത്തിയാൽ. എന്നിട്ട് യവൻ പറയുന്ന ഞാൻ ആ ക്രിസ്ത്യാനി, നിനക്ക് നാണമില്ലേ? സർവശക്തനായ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യൻ പങ്കുവെക്കാൻ തുടങ്ങി. എന്തുകൊണ്ട്? അവരുടെ വിവേകമില്ലാത്ത ഹൃദയത്തിനകത്ത് ഇരുട്ട് കയറിയെന്ന്. ഏത്? പാപം എന്ന് പറയുന്ന ഇരുട്ട് മനുഷ്യന്റെ അകത്ത് കയറിയപ്പോൾ മനുഷ്യൻ സൃഷ്ടാവിനെ മറന്നുപോയി. സൃഷ്ടിയെ ദൈവമെന്ന് ഭജിച്ചുകൊണ്ട് മുന്നോട്ട് പോയ മനുഷ്യൻ പാപത്തിന്റെ ശമ്പളമാകുന്ന മരണമെന്ന് പറയുന്ന നിത്യ നരകത്തിന്റെ ശിക്ഷാവിധിക്ക് ഓഹരിക്കാരായി മാറിയപ്പോൾ, ആമേൻ, പാപത്തിൽ നിന്ന് മോക്ഷം തേടി മനുഷ്യൻ ഈശ്വരന്മാരോട് നിലവിളിച്ചപ്പോൾ, മോക്ഷം തേടി അവൻ കിലോമീറ്ററുകളോളം നടക്കാൻ തുടങ്ങിയപ്പോൾ, മോക്ഷം തേടി അവൻ നേർച്ച കാഴ്ചകൾ, പുണ്യകർമ്മ ക്രിയാദികൾ ചെയ്യാൻ തുടങ്ങി. എവിടെ കിട്ടും മോക്ഷം? ഇന്നും മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, എവിടെ കിട്ടും മോക്ഷം? ഇന്നും അവൻ അലഞ്ഞുകൊണ്ടിരിക്കുന്നു, എവിടെ കിട്ടും മോക്ഷം? മോക്ഷം തേടി അവൻ കിലോമീറ്ററോളം നടക്കുന്നു, പണങ്ങൾ ചെലവഴിക്കുന്നു, പുണ്യകർമ്മ ക്രിയാദികൾ ചെയ്യുന്നു, നേർച്ച കാഴ്ചകൾ നടത്തുന്നു. എന്തിനധികം പറയുന്നു? മോക്ഷം കിട്ടാൻ വേണ്ടി കൂട്ടു സഹോദരനായ മനുഷ്യനെ കൊന്ന് നരബലി നടത്താൻ മടിയില്ലാത്തവനായി സാക്ഷര കേരളത്തിൽ മനുഷ്യൻ നിൽക്കുന്നു. എവിടെ കിട്ടും മോക്ഷം? മോക്ഷത്തിന് വേണ്ടി മനുഷ്യൻ ഈശ്വരന്മാരോട് നിലവിളിച്ചു. പാപം എന്ന് പറയുന്ന ഇരുട്ടിൽ നിന്ന് രക്ഷ വേണം, വെളിച്ചം തേടി മനുഷ്യൻ ഈശ്വരന്മാരോട് നിലവിളിച്ചു. ഹൈന്ദവരായ സഹോദരങ്ങളോട് ചോദിച്ചാൽ അവർ പറയും, യെസ്, അങ്ങനെ മോക്ഷം തേടി വെളിച്ചം തേടി ഈശ്വരന്മാരോട് നിലവിളിച്ച പ്രാർത്ഥനാ സൂക്തങ്ങൾ പുരാണങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അസതോമാം സദ്ഗമയായെന്നും തമസോമാം ജ്യോതിർഗമയായെന്നും മൃത്യോമാം അമൃതംഗമയായെന്നും പ്രാർത്ഥിച്ചല്ലോ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കണം ഭഗവൻ എന്ന് പ്രാർത്ഥിച്ചല്ലോ. ഇരുട്ടിൽ നിന്നൊരു വെളിച്ചം വേണം, മനുഷ്യൻ ഈശ്വരന്മാരോട് നിലവിളിച്ചു. മുസ്ലിം സഹോദരങ്ങളോട് ചോദിക്കുക, ശരിയാണോ? അവർ പറയും, ഉവ്വ. ഖുർആന് സമീപമായിരിക്കുന്ന ഹദീസുകളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രവാചകന്റെ പ്രാർത്ഥന, റബ്ബിൽ ആലമീനായ തമ്പുരാനെ, നീ എന്റെ പാപത്തെ മഞ്ഞവെള്ളം കൊണ്ട് കഴുകുന്നില്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും എനിക്ക് യാതൊരു നന്മയും ലഭിക്കില്ലല്ലോ റബ്ബേ എന്ന പ്രവാചകൻ പ്രാർത്ഥിച്ചിരിക്കുന്നു ദൈവത്തോട്. ക്രിസ്ത്യാനിയോട് ചോദിക്കുക, ശരിയാണോ? അതേ, പൗലോസ് വിളിച്ചു പറയുന്നു, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിനധീനമായി ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? സകല വേദങ്ങളും ഒന്നിച്ചൊരുപോലെ നിലവിളിച്ചു. പാപത്തിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് വെളിച്ചം വേണം, മോക്ഷം വേണം. സർവമനുഷ്യരും മോക്ഷം തേടി ഈശ്വരന്മാരോട് നിലവിളിച്ചപ്പോൾ, ദൈവങ്ങളോട് നിലവിളിച്ചപ്പോൾ, സർവമനുഷ്യന്റെയും പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം സാക്ഷാൽ ദൈവം, യഹോവയായ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് അവതാരമെടുത്തിറങ്ങി വന്ന്, ജനനത്തിൽ പോലും പാപമില്ലാത്തവനായി കന്യകയിൽ ജാതനായി ലോകത്തിൽ ഇറങ്ങി വന്ന്, ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം പാലസ്തീന്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടിക്കൊണ്ട് ഒരേ ഒരുവൻ ലോകത്തോട് അധികാരത്തോടെ വിളിച്ചു പറഞ്ഞ ഒരു ശബ്ദമുണ്ട്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവരാരും ഇരുളിൽ നടക്കുകയില്ല. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് അവകാശത്തോടെ, അധികാരത്തോടെ ലോകത്തോട് പ്രസ്താവിച്ച, ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, ലോകം കണ്ട ഒരേ ഒരു ദൈവം, അവനത്ര ഇന്ന് രാത്രിയിൽ കരിപ്പുഴ ദേശത്ത് ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രത്തുകാരനായ യേശു ക്രിസ്തു. അങ്ങനെങ്കിൽ അഭിമാനത്തോടെ ഞാൻ ഈ ദേശത്തോട് അത്യുച്ചത്തിൽ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷ പ്രാപിപ്പാൻ, മോക്ഷം പ്രാപിപ്പാൻ, പാപമോചനം പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാമാർഗം ഈ ക്ഷുതിയിൽ ഇല്ലവേ ഇല്ലെന്ന് ഇന്ന് രാത്രിയിൽ അഭിമാനത്തോടെ അത്യുച്ചത്തിൽ
നാമത്തിൽ ദേശത്തോട് വിളംബരം ചെയ്യുകയാണ്. ഇത് പറയാനാണ് ദൈവം അയച്ചത്. അത് പറഞ്ഞില്ലേ പിന്നെ എന്ത് സുവിശേഷം? അത് പറയാൻ വയ്യെങ്കിൽ ഈ പണിക്ക് നിൽക്കരുതെന്നാണ് ഞാൻ ദൈവാസന്മാരോട്. കഴിഞ്ഞ ദിവസം വഴി പോകുമ്പോൾ ഒരു സുവിശേഷ യോഗം കണ്ടു. എന്തായാലും സുവിശേഷ യോഗം അല്ലേന്ന് വിചാരിച്ചിട്ട് വണ്ടി ഒന്ന് നിർത്തി അല്പസമയം കേൾക്കാൻ കാറിന്റെ ചില്ല് താഴ്ത്തിയപ്പോൾ കേൾക്കുന്നു, ഇന്നത്തെ എന്റെ വിഷയം ഭർത്താക്കന്മാർ ഭാര്യമാരോട് അടുക്കളയിൽ എങ്ങനെയായിരിക്കും കൺവെൻഷൻ. അല്ലെങ്കിലും അങ്ങനെയൊക്കെ ഉള്ളതിനെ ഇപ്പൊ കാലമുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ പുള്ളി പ്രസംഗിച്ച് നിർത്തിയത് നാളെ തൊട്ട് സഹോദരന്മാർ എവിടെ കയറിക്കോണം? അടുക്കള. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾക്ക് പറയാൻ അങ്ങനെയുള്ള നിർമ്മിത കഥകളൊന്നുമില്ല. ഞങ്ങൾ വിളിച്ചു പറയുന്നത് ക്രൂശിന്റെ വചനം. ആ വചനം നിത്യസത്യമായ വചനം ഒന്നേ പറയുന്നുള്ളൂ, മറ്റൊരുത്തനിലും രക്ഷയില്ല കേട്ടോ, മറ്റൊരുത്തനിലും രക്ഷയില്ല. മനുഷ്യന് പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് കരകയറുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഷമീറിനും സിയാദിനും നാരായണനും ബിജുകൃഷ്ണനും ഗോപാലകൃഷ്ണനും അമ്മദ് കുട്ടിക്കും ഒരൊറ്റ നാമമേ ഉള്ളൂ. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമം. സർവമാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ പാപത്തിന്റെ ശമ്പളമാകുന്ന മരണമെന്ന നരകമെന്ന ശിക്ഷാവിധി സ്വന്തം ചുമലിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് എനിക്കും നിനക്കും പകരമായി കാൽവരിയുടെ കൊലക്കളത്തിൽ യേശു ക്രിസ്തു യാഗമായി മാറി, മഹാബലിയായി മാറി, യാഗമായി മാറി, ബലിയായി മാറി. യേശുക്രിസ്തു എനിക്കും നിനക്കും പകരമായി ക്രൂശിൽ മരിച്ചു. അവൻ യേശുക്രിസ്തുവിന്റെ ഭൗതിക ശരീരം അരിമത്യക്കാരനായ യോസേപ്പിന്റെ കല്ലറക്കൽ കൊണ്ട് അടക്കം ചെയ്തു. ഇന്ന് രാത്രി ദേശത്തോട് പറയട്ടെ, 3 ആണി കൊണ്ട് അരിമത്യക്കാരന്റെ കല്ലറ കൊണ്ട് യേശു അവസാനിച്ചിരുന്നെങ്കിൽ, 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിനെ പ്രസംഗിക്കാൻ ഷമീർ വരത്തില്ല കരിപ്പുഴയിൽ. 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി പാടാൻ പാസ്റ്റർ പ്രസാദ് വരത്തില്ല കരിപ്പുഴയിൽ. പിന്നെ എന്തുകൊണ്ട് പാടുന്നു? എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു? ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും കുമ്പനാട്ടും എടത്തുവായിലും പരിമലയിലും കുരിശുമലയിലും അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറവാതിക്കലല്ല, കണ്ണാടിക്കൂടിന്റെ മുമ്പിലല്ല, മറിച്ച് ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറക്കകത്ത് ഒതുങ്ങി പോയപ്പോൾ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു പാതാളത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു, ലോകത്തെ ജയിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇന്നും ഈ രാത്രി 9:10 ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ മുറ്റത്തുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ. ആമേൻ. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇന്ന് ഈ രാത്രി 9 മണിക്കും യേശു ജീവിക്കുന്നെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് നിങ്ങൾ കരമുയർത്തി പറഞ്ഞത്. ഒത്തിരി സന്തോഷമുണ്ട് അത് കണ്ടപ്പോൾ. കാരണം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുകൊണ്ട് ക്രിസ്ത്യാനികൾ കുറെ, അവരുടെ എല്ലാം വീട്ടിൽ യേശു ചത്തുകുത്തി ഭിത്തിയിലിരിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്നു ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, അല്ലേ? സന്തോഷമുണ്ട്. ഇവിടെ ഒരു ദൈവദാസൻ ബൈബിൾ വായിക്കുന്നു. എന്താ പേരെന്തുവാ? നെൽസൺ പാസ്റ്റർ. ഈ നെൽസൺ എന്ന് പറയുന്ന ഈ മനുഷ്യൻ, ഇദ്ദേഹം വീടിന്റെ സിറ്റൗട്ടിൽ കസേരയിൽ ചാരിയിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗം ചുമ്മാ ഒന്ന് ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ഇരിക്കുക. അപ്പൊ ഈ പുള്ളിയുടെ മകൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ പുള്ളിയുടെ പണ്ടത്തെ ഒരു നല്ല ഗ്ലാമർ ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് സിറ്റൗട്ടിലെ മതിലെ കൊണ്ട് ആണി അടിച്ചങ്ങ് വെച്ചു. എന്നിട്ട് ഒരു പൂമാല മേടിച്ച് അതിനകത്ത് കൊണ്ട് ഇട്ടു. എന്നിട്ട് അതിനകത്തൊരു തിരിയും കത്തിച്ച് വെച്ചു. 5-6 പൂക്കളും പറിച്ചുകൊണ്ട് ഇട്ടു. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് അങ്ങോട്ട് പറയാണ്, പ്രിയപ്പെട്ട പപ്പായി, ഇന്ന് പകൽക്കാലം ഞാൻ പപ്പായോട് അറിയിക്കുന്നത്, കഴിഞ്ഞ പകൽക്കാലം കോളേജ് വിട്ടു വന്നപ്പോൾ ടീച്ചർ എൻ്റെ ഡയറിയിൽ എഴുതി വിട്ടിരിക്കുന്നു, ഇന്ന് പകൽക്കാലം കോളേജിൽ കൊടുക്കാൻ 100 രൂപ കൊണ്ടുവച്ചിടണമെന്ന്. ആകയാൽ ഇന്ന് പകൽക്കാലം കോളേജിൽ കൊടുക്കാൻ 100 രൂപ തരണമെന്ന് പപ്പായോട് ഞാൻ മമ്മി മുഖാന്തരം അപേക്ഷിക്കുന്നു. ആമേൻ. സന്തോഷമായോ? ആമേൻ. ഇത് കേട്ടപ്പോൾ പുള്ളിക്ക് സന്തോഷമാണോ വരുന്നേ? ആമേൻ. ഒരു അപ്പന്റെ ഹൃദയം സന്തോഷിക്കുവാണോ? അപ്പന്റെ ചങ്ക് പടയ്ക്കും. ഒരു വടിയെടുത്ത് അവനിട്ട് 2 അടി കൊടുത്തിട്ട് ഓടാന്ന് പറയും. എന്നിട്ട് ഇത് എടുത്ത് ഒറ്റ ഏറ് കൊടുത്തേച്ച് പറയും, എടാ വടി കൊണ്ടുപോലെ ജീവനോടിരിക്കുന്നേ, എന്നെ ഭിത്തിയിലാക്കി വെച്ച് 100 രൂപ തരാനോ, ഓടാന്ന് പറയും, അല്ലേ? ഈ ലോകത്തിലെ അപ്പന്റെ ചങ്ക് പടഞ്ഞെങ്കിൽ എനിക്കും നിനക്കും വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അവൻ ഇന്നും എനിക്കും നിനക്കും വേണ്ടി ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥ അണച്ചുകൊണ്ട്, സാരമില്ല പിതാവേ 1 വർഷം കൂടെ നിൽക്കട്ടെന്ന് പറഞ്ഞ് എനിക്കും നിനക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ജീവനുള്ളവനായ കർത്താവിനെ മരിച്ചവനെ പോലെ ആക്കി വെച്ചിരിക്കുന്ന ക്രിസ്ത്യാനിയെ നിനക്കയ്യോ കഷ്ടം. വേദപുസ്തകം പറയുന്നു, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവനിടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെ ഇല്ലെന്ന്. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു.
യേശു ഉയർത്തെഴുന്നേറ്റു. തീർന്നില്ല, വേഗത്തിൽ അവസാനിപ്പിക്കാം. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ആമേൻ പലതവണ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. തീർന്നില്ല, തിരിച്ച് പിതാവിന്റെ അടുക്കലേക്ക് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് തന്നെ അനുഗമിച്ച ശിഷ്യന്മാർക്ക്, ആരാ ശിഷ്യന്മാര്? ഒന്നാമത്തെ മാർപ്പാപ്പ എന്ന് ചില ക്രിസ്ത്യാനികളെങ്കിലും വിശ്വസിക്കുന്ന പത്രോസ്ലീഹായോടും കൂട്ടരോടും ഒരു അന്ത്യ കൽപ്പന കൊടുത്തു. ശ്രദ്ധിച്ചേ, അപേക്ഷയല്ല, യാചനയല്ല, ആമേൻ, ഓർഡർ. എന്താണ് ഓർഡർ? മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ അന്ത്യ കൽപ്പനയായിരിക്കുന്ന ഓർഡർ ഒന്ന് വായിച്ചു കൊടുത്തേച്ചാ, ഒന്ന് വായിച്ചു കൊടുത്തേ. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. ഭൂലോകത്തിലൊക്കെയും ഒറ്റ പഞ്ചായത്തും വിടാതെ സകല മനുഷ്യരോടും സുവിശേഷം പ്രസംഗിക്കണമെന്ന് കൽപ്പിച്ചത് ആരാ? പറ. യേശു ക്രിസ്തു. അതുകൊണ്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ മൈക്ക് കെട്ടിവെച്ച് തൊണ്ട കീറുന്നെന്ന് ചോദിച്ചാൽ മറുപടി യേശു ക്രിസ്തുവിന്റെ കൽപ്പനയായതുകൊണ്ട്. ആമേൻ. സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണമെന്ന് യേശു പറഞ്ഞുകൊണ്ടാണ് അണ്ണ ഞങ്ങൾ പ്രസംഗിക്കുന്നത്, അല്ലാതെ അണ്ണന്മാരോടുള്ള വിരോധം കൊണ്ടല്ല, ക്ഷമിക്കുക. അപ്പോഴേതെങ്കിലും ഒരു അണ്ണൻ വന്ന് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നടക്കൂല. അണ്ണ പറ്റും. കാരണം മനുഷ്യരോടുള്ള വാശിക്കല്ല ഞങ്ങൾ ഇത് ചെയ്യുന്നത്, ദേശത്തോടുള്ള ദേഷ്യം കൊണ്ടല്ല ഇത് ചെയ്യുന്നത്, പരിസരത്തുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കാനല്ല ഇത് ചെയ്യുന്നത്. മറിച്ച് ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച സർവശക്തനായ സൃഷ്ടാവിന്റെ കൽപ്പന സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്, അല്ലാതെ ആരെയും വേദനിപ്പിക്കാനോ വിഷമിക്കാനോ അല്ല. സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കണം. ഇത് പറഞ്ഞിട്ട് ഈ കൽപ്പന ശിഷ്യന്മാർക്ക് കൈമാറിയിട്ട് യേശുക്രിസ്തു പിതാവിന്റെ അടുക്കലേക്ക് സ്വർഗാരോഹണം ചെയ്യുന്നു. ശിഷ്യന്മാർ ഉയരത്തിലേക്ക് നോക്കി നിൽക്കുന്നു. അപ്പോൾ ആകാശത്തു നിന്ന് ദൂതന്മാർ താഴേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു വാചകം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. 2:47 എത്തുമ്പോൾ പ്രസംഗം തീരും. അതാ കുറിവാക്യം. അവിടെ ഓടിയ 1-ആയി 2-ലോട്ട് ഉടനെ എത്താം. വായിച്ചു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ, സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. അവൻ വീണ്ടും വരും. ഒരിക്കൽ ഈ ലോകത്തിലേക്ക് മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, കാൽവരിയുടെ കൊലക്കളത്തിൽ യാഗമാകുവാൻ സ്വർഗം വിട്ടിറങ്ങി വന്ന അതേ യേശു അധികം താമസിയാതെ ഈ ലോകത്തിലേക്ക് മടങ്ങി വരും. ഇന്ന് രാത്രി കരിപ്പുഴ ദേശത്തോട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു, യേശു വരാറായി. ഹേ ദേശമേ, ദേശമേ, മാനസാന്തരപ്പെടുവീൻ. യേശു വരാറായി. യേശു വരാറായി. മാനസാന്തരപ്പെട്ടുകൊള്ളുക. യേശു വരാറായി. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. ശിഷ്യന്മാർ ഈ അന്ത്യകൽപ്പന ഏറ്റെടുത്തു. യേശു മടങ്ങി വരുമെന്നുള്ള ദൂതന്മാരുടെ പ്രവചനം ഏറ്റെടുത്തുകൊണ്ട് ശിഷ്യന്മാർ മടങ്ങി. എങ്ങോട്ട്? വായിക്കാം. താഴോട്ട് വായിച്ചു. യേശു വീണ്ടും മടങ്ങി വരുമെന്ന് പറഞ്ഞു. അവർ യെരൂശലേമിന്റെ സമീപത്ത് ഒരു ശബ്ബത്ത് ദിവസത്തെ വഴി ദൂരമുള്ള ഒരു മല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളികമുറിയിൽ കയറിപ്പോയി. ശ്രദ്ധിച്ചു കേട്ടോണം. 1-2 ചിന്ത പറയാൻ പോവാ, ശ്രദ്ധിച്ചോണം. അവർ പാർത്ത മാളികമുറിയിൽ, യെരൂശലേമിലെ മാളികമുറിയിലേക്ക് ശിഷ്യന്മാര് കയറിപ്പോയി. കയറിപ്പോയവരുടെ പേര് വിവരങ്ങൾ ഒന്ന് അനൗൺസ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചു കേട്ടോണം. പത്രോസ്. നിർത്തി വായിക്കണം. പത്രോസ് എന്ന് പറഞ്ഞാൽ ആരാ? ഞാൻ നേരത്തെ പറഞ്ഞു, 1-ാമത്തെ മാർപ്പാപ്പ എന്ന് ചില ക്രിസ്ത്യാനികളെങ്കിലും ചിന്തിക്കുന്ന പത്രോസ് ലീഗ. പത്രോസ്. അടുത്തത് യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ് ലീഗ, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദ. ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും. ആരാ? എന്നോട് വായിച്ചത് യേശുവിന്റെ അമ്മയായ മറിയയോടും. അതെന്തിനാ താങ്കൾ വായിച്ചത്? താങ്കൾ പെന്തക്കോസുകാരനല്ലേ? താങ്കൾ അമ്മയില്ലാത്തവനല്ലേ? പിന്നെന്തിനാ അത് വായിച്ചത്? ഞങ്ങളുടെ മറിയ വായിച്ചത് എന്നൊക്കെ ചിലർ ചോദിക്കാൻ സാധ്യതയുണ്ട്.
പെന്തിക്കോസുകാര് അമ്മയില്ലാത്തവരാണെന്ന് പറയുന്ന തെറ്റിദ്ധാരണ ദേശത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് തിരുത്താൻ പോവുക. ശ്രദ്ധിച്ചു കേട്ടോണം. മുകളിലോട്ട് കയറിപ്പോയവരുടെ പേര് വിവരം ഒന്നുകൂടെ വായിക്കുന്നു. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമാസ് ലീഗ, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും, ഇവരെല്ലാം ഉണ്ടല്ലോ, മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട പ്രാർത്ഥന കഴിച്ചു പോന്നു. കണ്ടോ, പന്ത് കളിച്ചുകൊണ്ടിരുന്നല്ല, പ്രാർത്ഥന കഴിച്ചു പോന്നു. അങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? 2-ാം അധ്യായം 1-ാം വാക്യം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ യേശുവിന്റെ അമ്മയായ മറിയയും മാർപ്പാപ്പയും പോപ്പും എല്ലാരും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഇടയിലോട്ട് കുറച്ച് പെന്തക്കോസ്തുകാർ വന്നു എന്നാണോ? ആണോ? പിന്നെന്തു വായിച്ചാ? ഒന്നുകൂടെ വായിച്ചോടെ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ. പെന്തക്കോസ്തുകാർ എന്നല്ല, അങ്ങനെ ഒരു കാറും ഇല്ല. പെന്തക്കോസ്തുകാർ വന്നപ്പോഴെന്നല്ല, പെന്തക്കോസ്തു നാൾ. എന്താണ് പെന്തക്കോസ്? 50-ാം പെരുന്നാൾ ദിവസം, ഡേ ഓഫ് പെന്തക്കോസ്, പെന്തക്കുസ്ത പെരുന്നാൾ ദിവസം വന്നപ്പോൾ. ഇപ്പൊ പെന്തക്കോസ് എന്ന് പറയുന്ന ഒരു സംഘടനയല്ല, മതമല്ല, അതൊരു ദിവസത്തെ അനുഭവമാണ്. പെന്തക്കോസ്തു പെരുന്നാൾ ദിവസം വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് ഒരു മുഴക്കമുണ്ടായി. മുഴക്കം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ കൂടിയിരിക്കുമ്പോൾ ഒരു മുഴക്കം ഉണ്ടാവും. അപ്പോഴാ ചില ആൾക്കാർ പറയുന്നത്, എന്തൊരു ശബ്ദമാണ്. ശബ്ദം ബുദ്ധിമുട്ടാ കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ ശബ്ദം മാത്രമാണല്ലോ ഇവിടെ കേൾക്കണം, വേറെ ശബ്ദമൊന്നും ഇവിടെ ഇല്ലല്ലോ. കള്ളു കുടിച്ചൊരുത്തൻ റോഡിൽ നിന്ന് പച്ചത്തെറി വിളിച്ചാലും ആർക്കും ശല്യമില്ല. കുടിക്കല്ലേ വലിക്കല്ലേ എന്ന് പറയുമ്പോൾ ഭയങ്കര ശല്യ. പിന്നെ ഞങ്ങളങ്ങാണ്ട് പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണ്. എല്ലാവർക്കും ഇവിടെ നിയമം ഒരുപോലെ ഉള്ളൂ. പിന്നെ അതോത്രമൊക്കെ പോയത് ശബ്ദം ഇവിടെ മാന്യമായ ശബ്ദമേ ഉള്ളൂ, ഇവിടെ ചീത്തയൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ദൈവമക്കൾ കൂടിയിരുന്നപ്പോൾ ഒരു മുഴക്കമുണ്ടായി. പെട്ടെന്നൊരു മുഴക്കമുണ്ടായി. അടുത്തത്, അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അടുത്തത്, അഗ്നിജ്വാല പോലെ പുണർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവർ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. അടുത്ത വാക്ക് കേട്ടോണം, കാത് തുറന്ന് കേട്ടോണം. എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ ആരൊക്കെ? പത്രോസ് ലീഗ, തോമാസ് ലീഗ, യൂദാസ് ലീഗ, യേശുവിന്റെ അമ്മയായ മറിയ, അല്ലേ? എല്ലാവരും എന്ത് ചെയ്തു? വായിച്ചേ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. എന്ത് പറഞ്ഞു തുടങ്ങി? അന്യഭാഷകളിൽ. ഈ അന്യഭാഷ പറഞ്ഞ് സംസാരിക്കുന്ന കൂട്ടത്തിലല്ലേ നാട്ടുകാർ എന്തോ വിളിക്കുന്നത്? പെന്തക്കോസ്. അങ്ങനെയാണെങ്കിൽ 1-ാമത്തെ പെന്തക്കോസുകാരിയാണ് മറിയ. രണ്ടിരുന്ന് അന്യഭാഷ പറയുന്നു. 1-ാമത്തെ പെന്തക്കോസുകാരനാണ് പത്രോസ് ലീഗ. 1-ാമത്തെ പെന്തക്കോസുകാരൻ യൂദാസ് ലീഗ, അല്ലേ? അതുകൊണ്ട് പെന്തക്കോസുകാർ അമ്മ ഇല്ലാത്തവരാന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ പള്ളിയിൽ പടവേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെ ജീവനോടിരുന്നു. ആമേൻ. അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചു തുടങ്ങി. മനസ്സിലായോ? ആമേൻ. അവരിന്ന് ആത്മാവിൽ നിറഞ്ഞ് എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ആ ഭാഗം കൂടെ വായിച്ച് നമ്മൾ നിർത്താൻ പോവാണ്. ആരാ പ്രസംഗിക്കാൻ എഴുന്നേറ്റ്? പത്രോസ് ലീഗ എഴുന്നേറ്റ് പ്രസംഗിച്ചു. പ്രസംഗിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? 2-ാം അധ്യായം 37-ാം വാക്യം. 37 47 തീരും. വായിച്ചു. ഇത് കേട്ടിട്ട് പത്രോസ് ലീഗയുടെ ആത്മനിറവിലുള്ള പ്രസംഗം കേട്ടപ്പോൾ ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. അപ്പൊ ബൈബിൾ പറയുന്ന യേശു വാഗ്ദത്തം ചെയ്ത പിതാവിങ്കിൽ നിന്ന് പുറപ്പെട്ട ബൈബിളിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ എഴുന്നേറ്റെന്ന് പ്രസംഗിച്ചാൽ കേൾക്കുന്നവർക്ക് ഇക്കിളിയല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം കേൾക്കുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് കുത്തുകൊള്ളുന്നെങ്കിൽ ഓർത്തോണം, പ്രസംഗിക്കുന്നവൻ പുസ്തകത്തിലെ പരിശുദ്ധാത്മാവില്ല പ്രസംഗിക്കും. മനസ്സിലായോ? അപ്പോൾ നമുക്കിപ്പോ കുത്തുകൊള്ളുന്ന പ്രസംഗമൊന്നും ഇഷ്ടമില്ല. കുത്തിനാമനം ഇങ്ങനെ നമുക്കിപ്പോ എന്താ, ഇപ്പോഴത്തെ നമ്മുടെ കൺവെൻഷനൊക്കെ കഴിഞ്ഞ് ആളുകൾ തിരിച്ചു പോകുമ്പോൾ കാറെ കയറി അങ്ങോട്ടിരിക്കുന്ന സൗകര്യമാര് ഫോൺ വിളിച്ചായിരുന്നോടി? വിളിച്ചു, ഞാൻ മീറ്റിങ്ങിലായിരുന്നു, അതാ എടുക്കാനേ കൺവെൻഷൻ. എങ്ങനെ ഉണ്ടായിരുന്നു ഈ കൺവെൻഷൻ?
അയ്യോ അമ്മമാർക്കടി അപ്പൊ ഇതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പൊ ചിരിക്കുക, അപ്പൊ ജനം ചിരിക്കാനാ വരുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് പ്രസംഗകരും എന്ത് ചെയ്യാൻ തുടങ്ങി? ചിരിപ്പി. അങ്ങനെ ഇപ്പൊ കോമഡി കളിയായി മാറിപ്പോയി സുവിശേഷ യോഗം. ഇന്ന് രാത്രി വിളിച്ചു പറയാം, അവൻ ചിരിപ്പിക്കുന്നതല്ല, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പത്രോസ്ലീഹ ദൈവവചനം പ്രസംഗിച്ചപ്പോൾ അത് കേട്ടവരുടെ ചങ്കത്ത് കുത്തുകൊണ്ടെന്ന്, അവർ കുറ്റബോധം വന്നെന്ന്, അവരുടെ തെറ്റുകളെ കുറിച്ച് അവർക്ക് ബോധ്യം വന്നെന്ന്. അതാ മാനസാന്തരം. മനസ്സിലായോ? ഇന്നേക്ക് 21 വർഷങ്ങൾക്ക് മുമ്പ് ഷമീർ അബ്ദുൽ സലാം എന്ന് പറഞ്ഞ ഞാൻ സന്ധ്യ, ഇതുപോലുള്ള സന്ധ്യയ്ക്ക് കൂട്ടുകാരുമായി ജംഗ്ഷനിൽ ഒത്തുകൂടി പിരിവിട്ട് കുപ്പിയെടുത്ത് വെള്ളമടിച്ചും ആളില്ലാത്ത വീട്ടിന്റെ ടെറസിന്റെ മേളിൽ വലിഞ്ഞു പിടിച്ച് കയറി പൊറോട്ടയും ചിക്കനും മേടിച്ച് കൂട്ടുകാരുമായിട്ട് അങ്ങോട്ട് പൊതിയഴിച്ച് പാട്ടും കുത്തും ഗാനമേള നടത്തി അടുത്ത ദിവസത്തെ കുപ്പിക്ക് പണം കണ്ടെത്താൻ നാട്ടുകാരുടെ മരച്ചീനിയും തേങ്ങയും കരിക്കും ഒക്കെ ചാക്കിലാക്കി കൂട്ടുകാരുമായി ഉത്സവപ്പറമ്പി അടിയുണ്ടാക്കി നടന്നൊരു ഭൂതകാലമുണ്ട് എനിക്ക്. അന്ന് ഇതുപോലെ വഴിയിൽ കോളാമ്യം പിടിച്ച് മീശം പിടിച്ച് കുടിക്കല്ലേ വലിക്കല്ലേ എന്നൊക്കെ പ്രസംഗിക്കുന്ന ഉപദേശിമാരെ കണ്ടാൽ ഇവന്റെ ചെവിക്കലിനിട്ടൊന്ന് കൊടുത്താൽ എന്താന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലവട്ടം. അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, അങ്ങ് മാറും. അങ്ങനെയൊക്കെ ചിന്തിച്ചും അങ്ങനെയൊക്കെ നടന്ന ഒരു ഭൂതകാലത്തിൽ നിന്ന് ഇന്നേക്ക് 21 വർഷങ്ങൾക്ക് മുമ്പ് പൊട്ടന്മാരെ പോലെ ഇവർ വിളിച്ചു പറയുന്ന ഈ സന്ദേശം എന്താണെന്ന് അല്പം ഒന്ന് കേൾക്കാനുള്ള മനസ്സ് കാണിച്ചത് കൊണ്ടാണ് മാനസാന്തരം ജീവിതത്തിൽ സംഭവിച്ചത്.